الرجيم بسم الله الرحمن الرحيم والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മോമിനീങ്ങൾ, മോമിനാത്തുകൾ, പ്രിയപ്പെട്ട യുവാക്കൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകളെയും അതുപോലെ നൂറുൽ ഉലമ അശ്ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ഖാദിരി അശ്ശാഫിഈ അഥവാ നമ്മളെല്ലാവരും ആദരവോടെ കാണുന്ന ഉള്ളാൾ തങ്ങളവറുകളെയും എം എ ഉസ്താദ് അവറുകളെയും അതുപോലെ ഈ കഴിഞ്ഞ മാസത്തിലും ഈ മാസത്തിലുമൊക്കെ പിരിഞ്ഞുപോയ മഹാന്മാരെ എല്ലാവരെയും അനുസ്മരിക്കുന്ന ഒരു പരിപാടിയാണിത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു തആല നമ്മിൽ നിന്നും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഖബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാം കഴിഞ്ഞുപോയവരെ അനുസ്മരിക്കണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ്. ഇസ്ലാമിൽ നിന്ന് അതിൻ്റെ ആശയം അവരുടെ ആശയപ്രചരണത്തിന് വേണ്ടി കടമെടുത്തവരാണ് മറ്റുള്ള പല കക്ഷികളും. അതുകൊണ്ടാണ് ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവരും കൂടി അവരുടെ നേതാക്കളെ അനുസ്മരിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമ്മളൊരു അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ മരണപ്പെട്ടവരുടെ പേരിൽ ഫാത്തിഹ ഓതും, ദുആ ചെയ്യും, അവരുടെ പേരിൽ ചിലപ്പോൾ ഭക്ഷണം കൊടുക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ പാരത്രിക ലോകത്ത് അവർക്ക് സ്ഥാനം വർദ്ധിക്കാനും നമുക്ക് അത് മുഖേന ദുനിയാവിലും ആഖിറത്തിലും ഫലം കിട്ടാനും ഒക്കെ ഉദ്ദേശിച്ച് പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. എന്നാൽ മതത്തിൽ തന്നെ വിശ്വാസമില്ലാത്ത കക്ഷികൾ പോലും അവരുടെ സംഘടനക്കോ ആശയത്തിനോ ഉപോത്ബലകമായി പ്രവർത്തിക്കുകയോ നേതൃത്വം കൊടുക്കുകയോ ചെയ്ത ആളുകളെ അനുസ്മരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അത് ഇസ്ലാമിൽ നിന്ന് അങ്ങോട്ട് കോപ്പിയടിച്ചതാണ്. ഇസ്ലാം മഹാന്മാരെ അനുസ്മരിക്കണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ്. മഹാന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെയും കൂട്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് അതിൻ്റെ ഫലം ലഭിക്കുമെന്നും പഠിപ്പിച്ച മതമാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹസ്റിൽ നിന്ന് ഓതി കേൾപ്പിച്ചത്. മഹാന്മാരായ സഹാബികൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേരിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഗ്രഹിക്കാൻ ഭാഗ്യം ലഭിച്ച സഹാബികൾ. ആ സഹാബികളിൽ പ്രധാനമായും രണ്ട് ടീമുണ്ട്. ഒന്ന് മുഹാജിറുകളാണ്, ഒന്ന് അൻസാറുകളാണ്. മുഹാജിറുകൾ എന്ന് പറയുന്നത് സ്വന്തം നാടും വീടും കുടുംബവും സ്വത്തും എല്ലാം കൈയൊഴിച്ചുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി അവരവരുടെ ഈമാൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി
ആ ഈമാൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ കഠിനാധ്വാനം ചെയ്ത ത്യാഗം സഹിച്ച സഹാബികളാണ് മുഹാജിറുകൾ എന്ന് പറയുന്നത്. അവർക്ക് ആവശ്യമായ അഭയം നൽകുകയും സഹായം നൽകുകയും ചെയ്ത വലിയ മഹത്തുക്കളാണ് അൻസാരികൾ എന്ന് പറയുന്നത്. ആ മുഹാജിറുകളും അൻസാരികളുമായ സഹാബികളെ പുകഴ്ത്തി പറഞ്ഞതിന് ശേഷം പരിശുദ്ധ ഖുർആൻ ലിൽഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാനാ, അല്ലാഹുവിന്റെ ഔദാര്യവും അല്ലാഹുവിന്റെ പൊരുത്തവും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലാതെ ഭൗതികമായ ഒരു താല്പര്യവും ഇല്ല. ആ നിലക്ക് സ്വന്തം നാടുകളിൽ നിന്നും വീടുകളിൽ നിന്നും അവർക്ക് ജീവിക്കാൻ പോലും പ്രയാസപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ മുഹാജിറുകൾ ആ മുഹാജിറുകളായ സഹാബികൾ എന്തു ചെയ്തു? അവർ അല്ലാഹുവിനെയും റസൂലിനെയും സഹായിച്ചു. അല്ലാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹായിക്കുന്നവരായിരുന്നു. സുബ്ഹാനല്ലാഹ്, നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ സഹായവും അല്ലാഹുവിൽ നിന്ന് ഇങ്ങോട്ടാണ്. അല്ലാഹുവിനെ അങ്ങോട്ട് സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം, ആരെ സഹായിക്കുന്നുണ്ടെങ്കിലും എവിടെ സഹായിക്കുന്നുണ്ടെങ്കിലും എന്ത് സഹായിക്കുന്നുണ്ടെങ്കിലും എങ്ങനെ സഹായിക്കുന്നുണ്ടെങ്കിലും അത് മലക്കുകളുടെ സഹായമാണെങ്കിൽ പോലും വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം, സഹായം അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പറഞ്ഞത് തന്നെ എവിടെയാണ്? ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മഹാന്മാരായ സഹാബികളെ സഹായിക്കാൻ 5000 മലക്കുകളെ അല്ലാഹു തആല അയച്ചു കൊടുത്തു. ആ 5000 മലക്കുകളെ അയച്ചുകൊണ്ട് സഹായിച്ച സംഭവം പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് സഹായം അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ പിന്നെ മലക്കുകളോ? മലക്കുകളുടെ സഹായം അല്ലാഹുവിന്റെ സഹായമാണ്. അല്ലാഹു മലക്കുകൾ മുഖേന സഹായം നൽകുകയാണ്, അല്ലാതെ മലക്കുകളുടെ സ്വന്തം വകയിൽ അല്ല. ഇതേപോലെ ലോകത്ത് ആരെ സഹായിക്കുന്നുണ്ടെങ്കിലും ആ സഹായങ്ങളെല്ലാം അടിസ്ഥാനപരമായി യഥാർത്ഥത്തിൽ അല്ലാഹുവിങ്കിൽ നിന്ന് തന്നെയുള്ളതാണ്. കാരണം അല്ലാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട്, അല്ലാഹു തോന്നിപ്പിക്കുന്നത് കൊണ്ട്, അല്ലാഹു തൗഫീഖ് നൽകുന്നത് കൊണ്ട്, അല്ലാതെ ആർക്കും സ്വന്തമായി ഒരു സഹായവും ചെയ്യാൻ സാധ്യമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. സ്വന്തമായി കഴിവുള്ളവനും സ്വന്തമായി അറിവുള്ളവനും സ്വന്തമായി കാഴ്ചയുള്ളവനും സ്വന്തമായി കേൾവിയുള്ളവനും സ്വന്തമായി അധികാരമുള്ളവനും എല്ലാം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ്, അത് അല്ലാഹു ജല്ല ജലാലുഹു മാത്രമാണ്. മറ്റുള്ള ആർക്കും സ്വന്തമായി ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹാജിറുകളായ സഹാബികളെ പുകഴ്ത്തി മഹത്വം പറയുമ്പോ പറഞ്ഞത് വയൻസുറൂനല്ലാഹ വ റസൂല, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അവർ സഹായിക്കുന്നു എന്നാ പറഞ്ഞത്. അല്ലാഹനെ സഹായിക്കുന്നു. വാസ്തവത്തിൽ സഹായം മുഴുവനും അല്ലാഹുവിങ്കിൽ നിന്നാണ്. അത് ഖുർആൻ തന്നെ വേറെ സ്ഥലത്ത് പറഞ്ഞു. അപ്പോൾ പിന്നെ അതിന്റെ ഉദ്ദേശം എന്താണ്? അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നു, അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനം നടത്തുന്നവരെ സഹായിക്കുന്നു. അത് അല്ലാഹുവിനെ സഹായിക്കുക എന്ന് അതിനെക്കുറിച്ച് മഹത്വപ്പെടുത്തി പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ സഹായിക്കുന്നത് അല്ലാഹുവിനെ അല്ല, അല്ലാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ടും സഹായം കൊണ്ടും
അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുകയാണ്. അതിനെക്കുറിച്ച് പറഞ്ഞ വാക്കാണ് അള്ളാഹുവിനെ സഹായിക്കുന്നു. വയൻസുറൂനല്ലാഹ വറസൂലഹു. ലോകത്ത് ആർക്ക് എന്ത് സഹായം കിട്ടുന്നുണ്ടെങ്കിലും, ആർക്ക് എന്ത് നന്മ കിട്ടുന്നുണ്ടെങ്കിലും, അതിന്റെ എല്ലാം കാരണക്കാരൻ, അതിന്റെ നിമിത്തം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ലോകം തന്നെ ഉണ്ടാകാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടല്ലേ ഇമാം ബൂസരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ചൊല്ലിയത് വഖദത് സുഹ്ദഹു ഫിഹാ ദറൂറതുഹു ഇന്നൽ ദറൂറത ലാ തഅദു അലൽ ലിസമീം ഫകൈഫ തദ്ഉ ഇലദ്ദുനിയാ ദറൂറതു മൻ ലൗലാഹു ലം തുഖ്റജിദ് ദുനിയാ മിനൽ അദമീ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്ദഖ് യുദ്ധം നടക്കുമ്പോൾ ശത്രുക്കൾ എല്ലാവരും കൂട്ടുചേർന്ന് എല്ലാവരും കൂടി സംഘടിച്ച് മദീന എന്ന രാഷ്ട്രത്തെ ആക്രമിക്കാൻ വരികയാണ്. ആ മദീനയിൽ താമസിക്കുന്നവരെ കൊന്നൊടുക്കാൻ വരികയാണ്. ആ സമയത്ത് അവരെ നേരിടാൻ മാത്രം സ്ട്രെങ്ത് ഇല്ല, അംഗബലം ഇല്ല. അവരെ നേരിടാൻ മാത്രം മറ്റ് ആയുധബലം ഇല്ല. അങ്ങനെയുള്ള സമയത്ത് ആ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ കിടങ്ങ് കീറുകയാണ്. അവർക്കിങ്ങ് കടന്നു വരാൻ കഴിയാത്ത വിധത്തിലുള്ള കിടങ്ങ് കീറുകയാണ്. ആ കിടങ്ങ് കീറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ബാച്ചുകളാക്കി തിരിച്ചുകൊണ്ട് ഓരോരുത്തർക്കും കീറാനുള്ള സ്ഥലം മാർക്ക് ചെയ്തു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഞാൻ വലിയ നേതാവാണ് എന്ന നിലക്ക് കസേരയിൽ ഇരിക്കുകയല്ല, അവിടുന്ന് വികാസ് എടുത്ത് അതാ കിടങ്ങ് കീറാൻ ഇറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കിടങ്ങ് കീറുന്ന സമയത്ത് നിവർന്ന് നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ വിശപ്പുണ്ട്. ഇന്ന് നമ്മൾ ജീവിക്കും പോലെയല്ല. നമുക്കിപ്പോൾ ജീവിതത്തിനൊരു വിഷമവും റബ്ബ് തന്നിട്ടില്ല. ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്ന ഒരാളും ഈ സദസ്സിലില്ല. അതുപോലെ ഭക്ഷണത്തിനൊരു ക്ഷാമവും റബ്ബ് തന്നിട്ടില്ല. നമുക്കൊക്കെ അല്ലാഹു വലിയ അനുഗ്രഹം നൽകിയിട്ടുണ്ടെന്ന കാര്യം ഉറപ്പല്ലേ? നമ്മൾ ആരെങ്കിലും ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നവരുണ്ടോ? എന്നാൽ സഹാബികൾ ജീവിക്കുന്ന കാലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന കാലം പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ കഴിവില്ല, ഭക്ഷണം ലഭിക്കാനില്ല. പക്ഷേ അവർ ദീനിന്റെ പ്രവർത്തന രംഗത്ത് ഒരൽപ്പവും പിന്നോട്ടില്ല. അവർ രാത്രിയിൽ പാതിരക്കിഴന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, സുന്നത്ത് നിസ്കാരങ്ങളെല്ലാം നിർവഹിക്കുന്നുണ്ട്, ഫർളുകളെല്ലാം കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. അവരെല്ലാ പ്രവർത്തനരംഗത്തും സജീവമായി ഉണ്ട്. പട്ടിണിക്ക് പട്ടിണി കിടന്നുകൊണ്ട് അവർ പ്രവർത്തിക്കുകയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വെച്ച് വികാസ് എടുത്ത് കീറിക്കൊണ്ടിരിക്കുമ്പോ നഹനുല്ലദീന ബയഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അധ്വാനിക്കും. അത് ഞങ്ങളുടെ നേതാവായ നബി തങ്ങളോട് കരാറ് നടത്തിയിട്ടുള്ളതാണ് എന്ന് പാടിക്കൊണ്ട് അവർ കിടങ്ങു കീറുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് അവരിൽ നിന്ന് ചിലർ വന്ന് പറഞ്ഞു, നബിയെ, അതാ ഒരു വലിയ പാറ, ഞങ്ങൾ കീറിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു വലിയ കല്ല് പാറ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇവിടെ പാറ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അത് ഞങ്ങൾ പൊട്ടിച്ചിട്ട് പൊട്ടുന്നില്ല, ഇടിച്ചിട്ട് അത് ഇടിയുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അനനാസിലുൻ, ഞാൻ ഇറങ്ങി പൊട്ടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ആ കല്ല് പൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. ബിക്കാസ് എടുത്ത് ഉയർത്തി അതാ കല്ലിന് വലിയ ഒരു ഇടിയടിക്കുന്നു. സുബ്ഹാനല്ലാഹ്, വീണ്ടും പിടിക്കുന്നു. ആ കല്ല് പൊട്ടിച്ചിതറുന്നു. പക്ഷേ അവിടുന്ന് കൈ ഉയർത്തുമ്പോൾ അവിടുത്തെ വയറ്റിന്റെ മേലെ സഹാബികൾ കാണുന്നു, 2 കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് നിവർന്നു നിൽക്കാൻ വേണ്ടി. അത്രയും പട്ടിണിയാണ്, വിഷമമാണ്. അല്ലാഹ്, അങ്ങനെ അധ്വാനിച്ച് വളർത്തിയെടുത്ത ദീനിന്റെ പാവപ്പെട്ട ഖാദിമികളാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് വിഷമങ്ങളൊന്നും നീ തന്നിട്ടില്ല, പക്ഷേ ഞങ്ങൾക്ക് നന്ദി ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഞങ്ങളെ ജീവിതത്തിൽ വന്ന എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണം അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്യാൻ തൗഫീഖ് തരണം അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാമ്പത്തിക ശേഷി കിട്ടാത്തത് കൊണ്ടല്ല, ഉഹദ് പർവ്വതം തന്നെ സ്വർണമായി തരട്ടെ എന്ന് ചോദിച്ചപ്പോ വേണ്ട എന്ന് പറഞ്ഞ ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാലി വലിദ്ദുനിയ, ഞാൻ ഈ താഴ്ന്ന ദുനിയാവിന് വേണ്ടിയുള്ള ആളല്ലല്ലോ എന്നാണ് അവിടുത്തെ പ്രതികരണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും പ്രയാസപ്പെട്ടതിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് ലലംതു സുന്നത മൻ അഹ്യൽ ഇലാ അനിസ്തഖത് ഖദമാഹു ഉർമിൻ വറമീ. പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ചത് കൊണ്ട് കാലിന്റെ മേൽ നീര് കെട്ടിയ വീർത്ത വിവരവും, അതുപോലെ നബിതങ്ങൾ ത്യജിച്ച ത്യാഗങ്ങളുമൊക്കെ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ചൊല്ലിയതാണല്ലോ. അവിടുന്ന് വയറ്റിന് കല്ല് വെച്ച് കെട്ടിയിട്ട് പ്രവർത്തിച്ചു. അവിടുന്ന് അതാ പട്ടിണി കിടന്നുകൊണ്ട് അധ്വാനിച്ചു. ആ വിഷയം പറയുന്ന സ്ഥലത്ത് അതേ മഹാനവറുകൾ ഒന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വറാബദതുൽ ജിബാലു മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹ അയ്യബാ ശമമീ. അതാ അല്ലാഹു ജല്ല ജലാലുഹു അവിടുത്തേക്ക് കൊടുത്ത സ്ഥാനം അത് വലിയ സ്ഥാനമാണ്. അതേ പർവ്വതങ്ങൾ സ്വർണമായി തരട്ടെ എന്ന് നബിതങ്ങളോട് ചോദിച്ചിരുന്നു. പക്ഷേ അവിടുന്ന് അതിനൊരു വിലയും കൽപ്പിച്ചില്ല, ദുന്യാവിന് വില കൽപ്പിച്ചില്ല. വഅക്കദത് സുഹ്ദഹു ഫിഹാ ദറൂറതുഹു ഇന്നൽ ദറൂറത ലാ തദു അലൽ സമീം. അവിടുന്ന് വളരെ ആവശ്യമുണ്ട്, പക്ഷേ അതിന് വില കൽപ്പിച്ചില്ല, ദുന്യാവ് വേണ്ടെന്ന് വെച്ചു. ആ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹത്വം പറഞ്ഞുകൊണ്ട് വീണ്ടും ഇമാം ബൂസിരി ചൊല്ലിയതാണ് ഞാൻ നേരത്തെ ചൊല്ലിക്കേൾപ്പിച്ചത്. അതേ ദുന്യാവിന് എന്തുകൊണ്ട് വില കൽപ്പിച്ചില്ല, അതേ എന്തുകൊണ്ട് വില കൽപ്പിച്ചില്ല. വഅക്കദത് സുഹ്ദഹു ഫിഹാ ദറൂറതുഹു ഇന്നൽ ദറൂറത ലാ തഅദു അലൽ സമീ ഫകൈഫ തദ്ഉ ഇലദ് ദുനിയാ ദറൂറതു മൻ ലൗലാഹു ലം തുഖ്റജിദ് ദുനിയാ മിനൽ അദമീ. ഈ ദുനിയാവ് തന്നെ ഉണ്ടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അങ്ങനത്തെ നബിതങ്ങൾ ദുനിയാവിന് എന്ത് വില കൽപ്പിക്കാനാ? ഓ സുഹൃത്തുക്കളെ, ആ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിച്ചു എന്നാണ് ഖുർആൻ മുഹാജിരീങ്ങളുടെ മഹത്വം പറയുന്നത്. വാസ്തവത്തിൽ എല്ലാം നബിതങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു തആല സൃഷ്ടിച്ചത് തന്നെ. എല്ലാം സൃഷ്ടിച്ചവരും കൊടുക്കുന്നവരും സഹായിക്കുന്നവരും അല്ലാഹുവാണ്. എന്നിട്ട് റബ്ബ് പറഞ്ഞു അള്ളാഹിനെ സഹായിക്കുന്നു, അള്ളാഹിന്റെ റസൂലിനെ സഹായിക്കുന്നു. ആര്? മുഹാജിറുകളായ സഹാബികൾ എന്ന് പറഞ്ഞാൽ
അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുന്നു. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി മുഹാജിറുകൾ സഹായിക്കുന്നു. അത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സഹായിക്കലാണ്. നമ്മളിപ്പോ അൽഹംദുലില്ലാഹ് സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ 100-ാം വാർഷികം കഴിഞ്ഞ കൊല്ലം ഡിസംബറിൽ നമ്മൾ കാസർഗോഡ് വെച്ച് പ്രഖ്യാപിച്ചു. അൽഹംദുലില്ലാഹ് നമ്മൾ ആരെയും കുറ്റം പറയാനോ അല്ലെങ്കിൽ നിന്ദിക്കാനോ പരിഹസിക്കാനോ ഒന്നും പോയില്ല. കാരണം നമ്മുടെ ഡ്യൂട്ടി അതല്ല. നമ്മൾ ദീൻ പ്രചരിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഡ്യൂട്ടി. അങ്ങനെ അന്ന് പരിപാടി വളരെ ഗംഭീരമായി. നിങ്ങളിൽ പലരും അതിൽ സഹകരിച്ചവരും നേതൃത്വം കൊടുത്തവരുമാണ്. പരിപാടി കഴിഞ്ഞു. ശേഷം ഒരു വർഷം SYSന്റെ വർഷമാണ്. അത് സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ 70 കൊല്ലം മുമ്പ് സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ്. ഔലിയാക്കളാൽ സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ്. ആ മഹത്തായ സംഘടനയുടെ പരിപാടികൾ പലതും ഈ ഒരു വർഷത്തിൽ നടന്നു. ഇനി ഇൻഷാ അല്ലാഹ് ഡിസംബർ 26, 27, 28 തീയതികളിൽ അങ്ങകലെ തൃശൂരിൽ 10,000-കണക്കിന് മുസ്ലിം യുവാക്കൾ പങ്കെടുത്തുകൊണ്ടുള്ള യുവജന സമ്മേളനം, അതിന്റെ മുന്നോടിയായി നടക്കുന്ന മാനവ സഞ്ചാരം കാസർഗോഡ് നിന്ന് തുടങ്ങി വളരെ ഗംഭീരമായി എല്ലാ വിഭാഗം ജനങ്ങളെയും ആകർഷിപ്പിച്ചുകൊണ്ട്, ആരെയും വേദനിപ്പിക്കാതെ നോവിപ്പിക്കാതെ എല്ലാവരുടെയും സന്തോഷവും സ്നേഹവും പിടിച്ചുപറ്റി നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി മഹാനായ സുൽത്താനുൽ ഉലമയുടെ പുത്രൻ അൽഹംദുലില്ലാഹ് നയിച്ചു കൊണ്ടുപോകുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് ത്വാഹാ തങ്ങൾ അടക്കമുള്ള സയ്യിദന്മാരും നേതാക്കളുമെല്ലാം കൂടെ നേതൃത്വം കൊടുത്തുകൊണ്ട് നീങ്ങുന്നു. അതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മളെല്ലാം വളരെ സന്തുഷ്ടരാണ്. ആ സംഘടനയുടെ പ്രവർത്തനം നടക്കുമ്പോൾ അതിൽ സഹായം നൽകുക എന്നത് അള്ളാഹുവിനെ സഹായിക്കലാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കലാണ്. അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കലാണ്. അതുകൊണ്ട് എല്ലാവരും ഒരു 200 രൂപ ചാലഞ്ച് അതിൽ പങ്കുചേരണമെന്ന് വൈകുന്നേരം ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വേറെയും പലരും അഭ്യർത്ഥിച്ചിട്ടുണ്ടാവും. കാരണം 10,000-കണക്കിന് യുവാക്കൾ പങ്കെടുക്കുന്ന സമ്മേളനം നടത്തണമെങ്കിൽ നല്ല ചെലവ് വേണം. അതിനൊരു 200 രൂപ എല്ലാവരും കൊടുക്കാൻ തുനിഞ്ഞാൽ, നമ്മളെ വകയിലും ഭാര്യന്റെ വകയിലും കുട്ടികളുടെ വകയിലൊക്കെ ഒരു 200 കൊടുക്കാൻ തുടങ്ങിയാൽ അൽഹംദുലില്ലാഹ് നമുക്കത് സംഭരിക്കാൻ കഴിയൂലേ? ഇരിക്കട്ടെ, ഞാനത് പറയാനല്ലത് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ SYSന്റെ സമ്മേളനവും SYSന്റെ പ്രവർത്തനവും നടക്കും. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം കേരള മുസ്ലിം ജമാഅത്തിന്റെ വർഷമാണ്. അതിനും അതിന്റെ പ്രവർത്തനങ്ങളുമായി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സംഘടന തീരുമാനിക്കുന്നുണ്ട്. അതിലും നിങ്ങളുടെ സഹകരണം വേണം. അതിന്റെ അപ്പുറത്തെ വർഷം വരുമ്പോ സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ 100-ാം വാർഷിക മഹാസമ്മേളനം നടക്കാൻ പോവുകയാണ്. അൽഹംദുലില്ലാഹ് നമ്മൾ വളരെയേറെ സന്തുഷ്ടരാണ്. അല്ലാഹു തആല നമ്മുടെ നേതാക്കൾക്കും നമുക്കും പ്രവർത്തകർക്കും സഹായികൾക്കും എല്ലാവർക്കും അല്ലാഹു തആല അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ അതെല്ലാം കണ്ട് അനുഭവിക്കാനുള്ള ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഈ സദസ്സില് 2 കത്തിപ്പ് എനിക്ക് കിട്ടി. ഒന്ന് സിറാജുൽ ഹുദ കലണ്ടർ ഉണ്ട്, എല്ലാവരും വാങ്ങണം എന്ന് പറയുന്ന ഒന്ന്. രണ്ടാമത്തെ തൈബ സ്ഥാപനത്തിന്റെ കലണ്ടർ സദസ്സിലുണ്ട്, അത് എല്ലാവരും വാങ്ങണം എന്ന് പറഞ്ഞു. 2ഉം വാങ്ങണം. 2ഉം വാങ്ങിയാൽ പോരാ, ചുമരുമ കൊണ്ടുപോയി തൂക്കിയിടണം. അങ്ങനൊക്കെ തന്നെ അള്ളാഹുവിനെ റസൂലിനെ സഹായിക്കാന്ന് പറഞ്ഞു. കലണ്ടർ അതൊരു പ്രചരണമാണ്. അപ്പോ കലണ്ടറിന് ഇപ്പൊ നല്ല പൈസ മുതലാവുമല്ലോ. ചുരുങ്ങിയത് ഒരു 50 രൂപയെങ്കിലും കൊടുക്കണം. തൈബയുടെ കലണ്ടർ എത്രയാന്ന് എനിക്കറിയില്ല. എത്രയും കൊടുത്താൽ മോശമൊന്നും വരില്ല. നല്ല സംഭാവന കൊടുത്ത് എല്ലാവരും 2 കലണ്ടറും വാങ്ങാൻ നോക്കണം. കൊണ്ടുപോയിട്ട് തൂക്കാൻ നോക്കണം. അത് വലിയ ബർക്കത്താണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് പോകുന്നു. അപ്പൊ മുഹാജിറുകളായ സഹാബികൾ
അള്ളാഹുവിനെയും റസൂലിനെയും സഹായിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞതിന്റെ താല്പര്യം അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നു. അതിനുവേണ്ടി അവർ നാട് വിട്ടു, കുടുംബം വിട്ടു, വീട് വിട്ടു, സമ്പത്ത് കൈയൊഴിച്ചു. അവർ മദീനയിലേക്ക് പോയി. അതാണ് മുഹാജിറുകൾ. അല്ലാഹു ജല്ല ജലാലുഹു പറയാണ്, ഉലൈക ഹുമുസ് സാദിഖൂൻ, അവരാണ് സത്യവാന്മാർ, അവരാണ് സത്യം പറയുന്നവർ. അവർ വെറുതെ വിശ്വസിച്ചു എന്ന് പറയല്ല. മുനാഫിക്കുകൾ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്, അവരെ പറ്റി അള്ളാഹു പറഞ്ഞു, അവര് വന്നിട്ട് പറയും, നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്, ഓ മുഹമ്മദേ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക അലൈഹി. സലാത്ത് ചൊല്ലാൻ പഠിക്കാൻ പാടില്ല. ഓ മുഹമ്മദേ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക അലൈഹി, ഇതാ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയും. അല്ലാഹു പറയാണ്, വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, അല്ലാഹു പ്രഖ്യാപിക്കുന്നു, ഈ കപട വിശ്വാസികൾ കള്ളം പറയുന്നവരാണ്. അവർ മനസ്സിൽ ഉറപ്പിച്ച് പറയല്ല, ആളുകളുടെ മുമ്പിൽ അങ്ങനെ പറയാണ്, അവർ മനസ്സിൽ ഉറപ്പിച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല പറയാൻ. കാരണം അവർ കള്ളം പറയാണ്, വിശ്വസിക്കാതെ വിശ്വസിച്ചു എന്ന് പറയാൻ. അതുകൊണ്ടാണല്ലോ അവരെ ലക്ഷണങ്ങൾ പറയുമ്പോ അതേ സൂറത്തുൽ മുനാഫിഖൂനയിൽ അല്ലാഹു ജല്ല ജലാലുഹു പല ലക്ഷണങ്ങളും അവർക്ക് പറഞ്ഞു. ആ ലക്ഷണങ്ങളിൽ പറഞ്ഞ ഒന്നാണല്ലോ, ഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി ലവ്വൗ റൂസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. അവരെ നിങ്ങൾ വിളിച്ചാൽ, വരിൻ എന്ന് പറഞ്ഞ് വിളിച്ചാൽ, എന്തിന്? തആലൂ, നിങ്ങൾ വരൂ, യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ദോഷം പൊറുക്കാൻ വേണ്ടി പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ആളാണ്. അല്ലാഹുവിന്റെയും മുഅ്മിനീങ്ങളുടെയും ഇടയിലുള്ള മധ്യവർത്തിയാണ്. അല്ലാഹുവിനോട് ചെയ്തു പോയ തെറ്റുകൾ പുറത്തു കൊടുക്കാൻ വേണ്ടി അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യുന്ന ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഖുർആൻ പല സ്ഥലത്തും പഠിപ്പിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ഈമാനുള്ളവർക്ക് വേണ്ടി ഓ നബിയെ തങ്ങൾ അവരെ ദോഷം പൊറുക്കാൻ റെക്കമെൻഡ് ചെയ്യണം എന്ന് ഖുർആൻ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മുഅ്മിനീങ്ങൾക്കോ അവർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ولو أنهم ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. നിങ്ങളിൽ നിന്ന് അപാകതകളും തെറ്റുകളും സംഭവിച്ചു പോയെങ്കിൽ നിങ്ങൾ നിരാശരാകണ്ട, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സമീപിക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുക. അവിടുത്തെ മുന്നിന്ന്, അവിടുത്തെ സദസ്സ് ചോദിക്കുമ്പോ, അവിടുത്തെ അടുക്കൽ വെച്ച് ചോദിക്കുമ്പോ അത് നിങ്ങളെ വീട്ടിൽ നിന്ന് ചോദിക്കുന്നത് പോലെയല്ല. അവിടുത്തെ മുന്നിൽ വെച്ച് ചോദിക്കുമ്പോൾ അതിന് വലിയ പുണ്യം ഉണ്ട്, മഹത്വം ഉണ്ട്. ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ്. അതിന്റെ പുറമെ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, ഓ നബിയെ എനിക്ക് അബദ്ധം വന്നുപോയി, തെറ്റ് വന്നുപോയി, അതിനുവേണ്ടി തങ്ങളൊന്ന് പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യണം എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് റെക്കമെൻഡ് ആവശ്യപ്പെടുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുന്നവനായും കാരുണ്യം ചെയ്യുന്നവനായും അവർക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ഖുർആൻ
ആകയാൽ റെക്കമെൻഡ് ചെയ്യണമെന്ന് നബിതങ്ങളോട് ഖുർആൻ പറഞ്ഞു. റെക്കമെൻഡ് നബിതങ്ങളോട് ആവശ്യപ്പെടണമെന്ന് ഖുർആൻ പറഞ്ഞു. നബിതങ്ങളെ റെക്കമെൻഡ് ഉണ്ടായാൽ പൊറുക്കപ്പെടുമെന്ന് ഖുർആൻ പറഞ്ഞു. അതൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നാവ് കൊണ്ട് പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ വിശ്വസിക്കാത്ത മുനാഫിഖുകളെ കുറിച്ച് റബ്ബ് പറഞ്ഞു, ഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. അതുകൊണ്ട് നബിതങ്ങളോട് നിങ്ങൾ വന്നുപോയ അപാകതകൾ ഒന്ന് പറഞ്ഞ് അതാ ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം നബിയെ എന്നൊന്ന് പറയൂ എന്ന് ആവശ്യപ്പെട്ടാൽ മനസ്സിൽ ഈമാനില്ലാത്തവരതിന് തയ്യാറാകൂല. അവര് തലയങ്ങ് തിരിച്ചു കളയും. അവര് പിരിഞ്ഞു പോകും, തിരിഞ്ഞു പോകും. അവരതിന് തയ്യാറാകൂല. അത് മുനാഫിഖിന്റെ ലക്ഷണമാണ്, കപടവിശ്വാസിയുടെ ലക്ഷണമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നന്മയുടെയും നിമിത്തമാണ്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ച വിശ്വാസം ക്ലിയർ ആണെങ്കിൽ ഉലൈക ഹുമുസ് സാദിഖൂൻ, അവർ ശരിയായ സത്യം പറഞ്ഞ വിശ്വാസികളാണ്. ആര്? മുഹാജിറുകളായ സഹാബികൾ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അർഹമായ സ്ഥാനം അവർ വകവെച്ചു കൊടുത്തിരുന്നു. മുഹാജിറുകളായ സഹാബികൾ അവർ സത്യം പറഞ്ഞവരാണ്, അവർ കള്ളം പറഞ്ഞ മുനാഫിഖുകൾ അല്ല. ആ മഹാന്മാരായ മുഹാജിറുകൾ അവരുടെ മക്ക എന്ന പ്രദേശത്ത് നിന്ന് നൂറുകണക്കിന് കിലോമീറ്റർ താണ്ടിയിട്ട് മദീനയിലേക്ക് വന്നപ്പോൾ സ്വന്തം വീട് ഒഴിഞ്ഞു കൊടുത്തവർ, 2 ഭാര്യയുള്ളതിൽ ഒരു ഭാര്യയെ തലാഖ് ചൊല്ലിയിട്ട് അവർക്ക് വിവാഹം കഴിക്കാൻ അവസരം കൊടുത്തവർ, അവർക്ക് ഭക്ഷണം കൊടുത്തവർ, അങ്ങനെ എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തവർ അവരാണ് അൻസാറുകൾ. വേഗം കൊടുത്ത് ഒഴിവാക്ക്. സ്റ്റേജ് വന്ന് ഇങ്ങനെ കളിച്ചാൽ ആളുകളെ ശ്രദ്ധ മാറും. ഓ സഹോദരന്മാരെ, അങ്ങനെയുള്ള അൻസാറുകൾ വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم, അവരിലേക്ക് നാടും വീടും വിട്ടു വന്നവരെ പ്രിയം വെക്കുന്ന ആ മഹാന്മാരായ അൻസാറുകൾ വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതൂ വയൂഥിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അവർക്ക് സ്വന്തത്തിൽ ആവശ്യമുണ്ടായാൽ പോലും അതിനെ അവഗണിച്ചുകൊണ്ട് ഈ വന്നതായ അതിഥികളുണ്ടല്ലോ, അന്യനാട്ടുകാരുണ്ടല്ലോ, അവർക്കെന്തും കൊടുക്കാൻ തയ്യാറായ സഹാബികൾ, അൻസാരികൾ. ഏതുപോലെ നമ്മളെ നാടുകളിൽ ചില ദർസുകളുണ്ട്, നമ്മളെ നാടുകളിൽ ചില കോളേജുകളുണ്ട്. ആ കോളേജുകൾ ഞാനിപ്പോ വരുമ്പോ ത്വയ്ബ, അതുപോലെ പല സ്ഥാപനങ്ങളും. ഞാൻ അതിനു മുമ്പ് സുള്ളിയിൽ ചെന്നപ്പോ വേറൊരു സ്ഥാപനം. അങ്ങനെ നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളും ദർസുകളൊക്കെ ഉണ്ട്. ആ ദർസിലെ മുതഅല്ലിമീങ്ങൾക്കും ഉസ്താദുമാർക്കുമൊക്കെ സ്വന്തം വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ നല്ല ഭക്ഷണം കൊടുക്കണമെന്ന് ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും അതിനെ സഹായിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മോമിനീങ്ങളുണ്ട്. സ്വന്തത്തെക്കാൾ അവർ മുതഅല്ലിമീങ്ങളെ തിരഞ്ഞെടുക്കുന്നു, സ്വന്തത്തെക്കാൾ ആലിമീങ്ങളെ തിരഞ്ഞെടുക്കുന്നു. അത് അൻസാരികളുടെ സ്വഭാവമാണ്. വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, ദീനിനെ സഹായിച്ച, സഹാബികളെ സഹായിച്ച, അല്ലാഹുവിനെയും റസൂലിനെയും സഹായിച്ച അൻസാറുകൾ, അവരുടെ പേര് തന്നെ അൻസാർ, സഹായിക്കുന്നവർ എന്ന്. അല്ലാഹു പറയാണ്, വമൻ യൂഖ ശുഹ നഫ്സിഹി ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സ്വന്തം ശരീരത്തിന് ലുബ്ധതയുണ്ടാകാൻ പാടില്ല, മനസ്സിന് ലുബ്ധതയുണ്ടാകാൻ പാടില്ല. കൊടുക്കാനുള്ള മനസ്സ് വേണം, ചെലവഴിക്കാനുള്ള മനസ്സ് വേണം. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ദുനിയാവിന് വലിയ വില കൽപ്പിക്കുന്ന ഒരു കാലമാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എത്രത്തോളം ഒരു മനുഷ്യന്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട് എന്ന് തോന്നിയാൽ അവന്റെ പൈസ പിണുങ്ങാൻ വേണ്ടി അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന കാലമാണ്.
അതിന് എന്തെങ്കിലും ഇല്ലാത്തത് കണ്ടെത്തും. എന്നിട്ട് വേറെ ചിലതുമായിട്ട് കൂട്ടിക്കളിച്ച് ചിലപ്പം അതിലൂടെ ചില ചിത്രങ്ങൾ ഉണ്ടാക്കും. അതുപോലെ ഇല്ലാത്ത ആരോപണങ്ങൾ പറയും. എത്രത്തോളം സുബ്ഹാനല്ലാഹ്, വളരെ കടുത്ത ആരോപണം വരെ, വ്യഭിചാര ആരോപണം വരെ മനുഷ്യന്മാരെ പറ്റി പറയുന്നതിന് ഒരു മടിയുമില്ലാത്തൊരു കാലഘട്ടമാണ്. എന്തുകൊണ്ട്? ഈമാൻ കുറഞ്ഞുപോയി. വ്യഭിചാര ആരോപണം, വ്യഭിചാരം നടത്തുന്നത് ശരിക്ക് നമ്മളെ കണ്ണുകൊണ്ട് സിനാ ചെയ്യുന്നത് കണ്ടാൽ പോലും പറയാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. പറയാൻ പാടില്ല, കണ്ടത് പറയാൻ പാടില്ല. എന്നോട് പറഞ്ഞോ കാണുന്നൊക്കെ പറയണോ? നിനക്ക് അല്ലാഹു തആല നാവ് എന്ന് വേറുള്ളവരുടെ കുറ്റെല്ലാം പറയാനാ? അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ നിയമം എന്താണ്? ഒരു മനുഷ്യരെ കുറിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞാൽ പറഞ്ഞവനെ ഇസ്ലാമിക കോടതി, ഇസ്ലാമിക ഭരണമുള്ള നാട്ടിലാണെങ്കിൽ ഇസ്ലാമിക കോടതി വ്യഭിചാരാരോപണം പറഞ്ഞവരെ 80 അടി അടിക്കണം. ഫജിലിദൂഹും 80 ജൽദാൻ. ഖുർആൻ പറയാ. ആരെ? വ്യഭിചരിച്ചവനെ അല്ല പറഞ്ഞേ, വ്യഭിചരിച്ചു എന്ന് പറഞ്ഞോനെ. എന്നോട് പറഞ്ഞു ഇതെല്ലാം പറയാൻ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടല്ലേ, കണ്ടുകൊണ്ട് കണ്ട എല്ലാം പറയണോ? എന്റെ ശരീരത്തിൽ ഏതെല്ലാം സ്ഥലം നീ കണ്ടതെല്ലാം പുറത്തു പോയി പറയല്ലോ. ആവശ്യമില്ലാത്തത് നീ എന്തിനു പറയണം? പറഞ്ഞവന് 80 അടിയ. ഇനി വേറൊരാളും കൂടി കണ്ടിരുന്നു, അയാളും കൂടി പറഞ്ഞാലോ അയാൾക്കും 80 അടി. വേറൊരാളും കൂടി കണ്ടിരുന്നു, അയാൾ പറഞ്ഞാലോ അയാൾക്കും 80 അടി. അങ്ങനെ 240 അടി. ഇസ്ലാം നൽകുന്ന ശിക്ഷയാണ്. എന്തിന്? പറഞ്ഞ വകയിൽ. അടി ഒഴിവാണെങ്കിൽ എന്ത് വേണം? 4 ആള് പറയണം. അവർ നന്നായിട്ട് എങ്ങനെ കണ്ടവരായിരിക്കണം? കേറിപ്പോകുന്നത് കണ്ടാൽ പോരാ, കയറിപ്പോരുന്നത് കണ്ടാലും പോരാ. പിന്നെ ബക്കറ്റും കയറും കിണറ്റിലിറങ്ങും പോലെ, കിണറ്റിൽ ബക്കറ്റും കയറും ഇറങ്ങുന്നത് പോലെ ആ അന്യ സ്ത്രീയുടെ സ്വകാര്യ അവയവത്തിൽ ആ പുരുഷന്റെ സ്വകാര്യ അവയവം ഇറങ്ങുന്നത് കാണണം. എന്നാലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ കണ്ടിട്ട് പറഞ്ഞാൽ 4 ആള് പറഞ്ഞാൽ ശിക്ഷ ഒഴിവാകും, അല്ലെങ്കിൽ 3 ആൾക്കും അടിയൻ. ഇസ്ലാമിന്റെ നിയമം അങ്ങനെ. കാരണം ഇതൊക്കെ പറയാനുള്ളതല്ല, പറയേണ്ടതുമല്ല. അതേ സമയത്ത് ഒരാൾ തെറ്റ് ചെയ്താൽ പിന്നെ എന്താ ഉസ്താദേ ചെയ്യാൻ? പുറത്ത് പറയല. ആ തെറ്റ് ചെയ്യുന്നവനെ സ്വകാര്യം വിളിച്ചു ഉപദേശിച്ച് നന്നാക്കാൻ നോക്കുക. ഇനി മേലിൽ നീ അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ, അത് നമ്മൾ നരകത്ത് കിടക്കുന്ന പണിയാണ്, കടുത്ത തെറ്റാണ്. വലാ തഖറബുസ് സിനാ, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നാ ഖുർആൻ പറഞ്ഞത്. വ്യഭിചരിക്കരുത് എന്ന് മാത്രമല്ല, വ്യഭിചരിക്കാൻ കാരണമാകാൻ സാധ്യതയുള്ളത് പോലും ചെയ്യരുത്. ഒരു അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് തന്നെ നോക്കരുത്, അന്യപ്പെണ്ണുമായി ചാറ്റ് ചെയ്യരുത്, അന്യപ്പെണ്ണുമായി കൂടി അതാ സൈക്കിളിന്റെ മുകളിൽ പോകരുത്. അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പൊ ഉണ്ടല്ലോ ചിലര് സ്വന്തം അനുജന്റെ ഭാര്യനെയും സൈക്കിളിന്റെ ബേക്കിൽ വെച്ച് പോകുന്ന ചില ജേട്ടന്മാര്, അതേപോലെ തന്നെ ജേട്ടന്റെ ഭാര്യയെയും സൈക്കിളിന്റെ മുകളിൽ വെച്ച് പോകുന്ന ചില അനുജന്മാര്. അന്യപ്പെണ്ണല്ലേ, തൊട്ടാലും ഒന്നും മുറിയൂലേ? അതേ കടുത്ത ധിക്കാരമാണ്, പാടില്ലാത്തതാണ്. വലാ തഖറബുസ് സിനാ, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞതാണ്. വ്യഭിചാരത്തിലേക്ക് മനുഷ്യന്റെ ചിന്ത വരാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ പോലും സംഭവിച്ചു പോകരുത് എന്ന് ഖുർആൻ പറഞ്ഞതാണ്. ഇന്നഹു കാന ഫാഹിശത്തൻ, അതേ അത് വളരെ വഷളായ തെറ്റാണ്. വ്യഭിചാരം നടത്തുന്ന വ്യക്തികൾക്കുള്ള ശിക്ഷ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുത്തപ്പോ അടുപ്പിന്റെ ആകൃതിയിലുള്ള ഒരു ഗുഹ, അതിൻ്റെ മേൽഭാഗം കുടുങ്ങിയതാണ്, അടിഭാഗം വിശാലമാണ്. അതിൽ കുറെ നഗ്നരായ ഉടുതുണിയില്ലാത്ത ആണ് പെണ്ണാണ്. അതിൽ തീ കത്തിക്കപ്പെടുകയാണ്. അപ്പോൾ അവരൊക്കെ മേൽപോട്ട് പൊങ്ങുകയാണ്, മേലെ പോയി തങ്ങി നിൽക്കുകയാണ്, ചൂട് മുഴുവനും അനുഭവിക്കുക. അവരതാ കുറെ കഴിയുമ്പോൾ താഴേക്ക് വീഴുകയാണ്. അങ്ങനെ വീണ്ടും അതാ തീ കാളിക്കത്തുമ്പോ മേലോട്ട് പൊങ്ങുകയാണ്, ചൂട് അനുഭവിക്കുകയാണ്. ആവർത്തിച്ച് ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് എന്താണ്? അത് വ്യഭിചാരം നടത്തുന്ന ആണ് പെണ്ണുങ്ങളാണ് നബിയേ, അവർക്ക് വലിയ ശിക്ഷ നൽകപ്പെടുകയാണ്. ഒരിക്കലും തന്നെ ആ തെറ്റിൽ പോയി വീഴരുത് എന്ന് ഉപദേശിക്കുകയും തെറ്റ് വന്നു പോയെങ്കിൽ അവനോട് കരഞ്ഞ് മാപ്പ് പറഞ്ഞ് പഠിച്ചവനെ കൊണ്ട് പൊറുപ്പിക്കാൻ ആവശ്യപ്പെടുകയും അല്ലാതെ അത് പുറത്തുപോയി പറയാൻ പാടില്ല. ഇതാണ് ഇസ്ലാം.
അതാണ് ഇസ്ലാം. ഇനി സുഹൃത്തുക്കളെ, ഇതുപോലെ ഏത് തെറ്റ് ചെയ്താൽ ഒരാൾ കള്ളു കുടിക്കുന്നത് കണ്ട് അപ്പുറത്ത് പോയിട്ട് അവൻ കള്ളുടിയാനാണെന്ന് ഇങ്ങനെ വിളിച്ചു പറയാൻ പാടില്ല. മറിച്ച് അവനെ വിളിച്ച് ഉപദേശിച്ച് നന്നാക്കാൻ നോക്കണം. അങ്ങനെയാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാക്കുന്ന മതമല്ല, കുറെ കുറ്റം പറയാനുള്ള മതമല്ല. ജനങ്ങളെ സംസ്കരിക്കാനുള്ളതാണ്, ജനങ്ങളെ നന്നാക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദുനിയാവിന് വേണ്ടി എന്തും പറയും, എന്തും ചെയ്യും. അങ്ങനത്തെ ഒരു കാലം. ഒരു തെറ്റും ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ച് പീഡനക്കേസ് ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. ഞാൻ തന്നെ എൻ്റെ ഒരു സ്ഥാപനത്തിൽ മുമ്പ് അനുഭവിച്ച ഒരു അനുഭവം എനിക്കുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്തിന്? ഒരു തെറ്റും ചെയ്യാത്ത മുതഅല്ലിമീങ്ങളെ സംബന്ധിച്ച് ആ മുതഅല്ലിമീങ്ങൾ അവിടെയുള്ള 4 വയസ്സുള്ള ഒരു കുട്ടിയെ സുബ്ഹാനല്ലാഹ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസുണ്ടാക്കി. എന്നിട്ട് 2 മാസത്തിലധികം ആ ചെറിയ മക്കൾ അവർ ജയിലിൽ കിടക്കേണ്ടി വന്നു. ആ കുട്ടികൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ അവർ കണ്ടെത്തി. കോടതി അവരെ വെറുതെ വിട്ടു. ഇത് ഞാൻ തന്നെ അനുഭവിച്ച ഒരു സംഗതിയാണ്. അതുപോലെ ഒരാളോട് വെറുപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ അടുത്ത് കുറച്ച് പൈസ കിട്ടണമെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ഈ ചെറിയ പെൺകുട്ടിയെ പീഡിപ്പിച്ചു അല്ലെ ആൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസുണ്ടാക്കുന്നവർ അവർ ആലോചിച്ചു കൊള്ളണം. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. എല്ലാ ചെറിയവരെയും വലിയവരെയും, പണക്കാരനെയും അതേ പാവപ്പെട്ടവനെയും, പണ്ഡിതനെയും പാമരനെയും, ആരോഗ്യമുള്ളവനെയും ഇല്ലാത്തവനെയും, എല്ലാവരെയും പടച്ച റബ്ബിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമയമുണ്ടല്ലോ. അവിടെ സുബ്ഹാനല്ലാഹ്, യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അവരുടെ നാവിന് സീലി വെച്ചു പോയി, കൈ സംസാരിക്കാൻ തുടങ്ങി, കാല് സാക്ഷി പറയാൻ തുടങ്ങി. അതിനെല്ലാം റബ്ബ് സംസാരിപ്പിക്കുന്നു. നാവിനെ സംസാരിപ്പിച്ച റബ്ബ് തന്നെ അവിടെ വായക്ക് സീലി വെച്ച് കൈയിനെ സംസാരിപ്പിക്കുന്നു, കാലിനെ സാക്ഷിയാക്കുന്നു. അങ്ങനെ അവനവന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ വിളിച്ചു പറയുന്ന സമയം. അതുപോലെ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഭൂമി അതാ ഭൂമിയിൽ നടന്ന വിവരങ്ങൾ വിളിച്ചു പറയുന്ന സമയം. പടച്ചവന്റെ കോടതിയിൽ കൈക്കൂലി നടക്കൂല. അവിടെ വക്കീലിനെ വെച്ച് രക്ഷപ്പെടാൻ കഴിയൂല. അവിടെ വാക്ക് സാമർത്ഥ്യം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല. രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബല്ലേ ഭരണാധികാരി. അവനല്ലേ ലിമനിൽ മുൽക്കുൽ യൗം. ഇന്ന് അധികാരമാർക്കാണടോ? റബ്ബിന്റെ ചോദ്യം ലില്ലാഹിൽ വാഹിദിൽ മലിക്കിൽ ഖഹാർ. പടച്ചവന് മാത്രം അധികാരം. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കോടതിയിൽ വെച്ച് ചോദ്യം ചെയ്യുമ്പോ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയ മനുഷ്യന്മാരുണ്ടല്ലോ. ഒരു പക്ഷേ ദുനിയാവിലെ കോടതിയിൽ പലരെയും ജയിലിൽ കിടത്താൻ കഴിഞ്ഞേക്കാം. പലരെയും അതാ അവരെ സമീപിച്ച് പണം ചോദിച്ച് തട്ടാൻ കഴിഞ്ഞേക്കാം. അങ്ങനെ പലതിനും കഴിഞ്ഞേക്കാം. പക്ഷേ അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. ഏറ്റവും വലിയ വിധികർത്താവായ റബ്ബിന്റെ കോടതിയിൽ കൈകടിച്ചു പോയി. രക്ഷപ്പെടാൻ കഴിയൂല കേട്ടോ. മദ്രസയിലെ ഉസ്താദിനോട് എന്തോ ഒരു വിരോധം. അതിന് കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസ്. അതുപോലെ വേറെ ആരോടെയോ കയ്യിൽ പണമുണ്ട്, അത് തട്ടിയെടുക്കാൻ വേണ്ടി കേസ്. ഇങ്ങനെയൊക്കെ അല്ലേ ഇപ്പോഴത്തെ ദുനിയാവ്? ആഖിറത്തിൽ വിശ്വാസമില്ലാത്ത കപട വിശ്വാസികൾക്കല്ലാതെ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർക്കത് സാധ്യമല്ല.
നമ്മളെ ഈമാൻ പോയിട്ട് എന്ത് കിട്ടിയിട്ടെന്നാ കാര്യം? അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മൾ വിജയികളിൽ പെടണമെങ്കിൽ നമുക്ക് ഈമാൻ, ഉറച്ച ഈമാൻ ഉണ്ടാകണം. നമ്മുടെ രഹസ്യവും പരസ്യവും അല്ലാഹു അറിയുന്നു എന്ന ബോധം വേണം. സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോൾ വരുന്ന സമയത്ത് ഒരുപാട് മുതഅല്ലിമീങ്ങൾ എനിക്കിങ്ങനെ കൈ കാണിച്ചു മുസാഹഫത്ത് ചെയ്യാൻ. ഞാൻ അവർക്ക് കൈ കൊടുത്തില്ല. അവർക്ക് എന്നോട് വിഷമം വേണ്ട, അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. എന്തുകൊണ്ട് കൈ കൊടുത്തില്ല? കണ്ടാൽ ഭംഗിയുള്ള താടിയും മീശയും മുളക്കാത്ത ചെറിയ ആൺകുട്ടികൾക്ക് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണ് എന്ന് ഫത്ഹുൽ മുഈനിലുണ്ട്, തുഹ്ഫയിലുണ്ട്, എല്ലാ കിതാബിലുണ്ട്. അത്തരം കുട്ടികൾ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യാൻ പാടില്ല. അപ്പൊ അത് നമ്മൾക്ക്, ആ കുട്ടികൾക്ക് അതറിയില്ല. കിതാബ് ഓതിയ പണ്ഡിതന്മാർ അവരാണിത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അത്തരം കുട്ടികളെ മുസാഫഹത്ത് ചെയ്യാൻ പറ്റില്ല. അവരുടെ തലയിൽ തൊപ്പി ഉണ്ടാവും, തലയൊക്കെണ്ടാവും, അതിന്റെ മുകളിൽ വേണേൽ തലയിൽ കൈവച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് ദുആ ചെയ്തു കൊടുക്കാം, മന്ത്രിച്ചു കൊടുക്കാം. പക്ഷേ തോലും തമ്മിൽ തൊടാൻ പാടില്ല എന്നാണ് നിയമം. മുബാശറത്ത് പാടില്ല. അപ്പോൾ എന്തുകൊണ്ട്? അത് അല്ലാഹു ഹറാമാക്കിയതാണ്. അത് ഹറാമാണ് എന്നതിൽ ഇമാമിങ്ങൾ തർക്കം പറയുന്നില്ല. അതേ സമയത്ത് അത്തരം കുട്ടികളുടെ മുഖത്ത് നോക്കാമോ? അന്യ സ്ത്രീകളെ മുഖത്ത് നോക്കൽ ഹറാമാണല്ലോ. അതുപോലെ ഇത്തരം കുട്ടികളെ മുഖത്ത് നോക്കൽ ഹറാമാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു യാതൊരു ദുരുദ്ദേശവും ഇല്ലെങ്കിലും വികാരമൊന്നും ഇല്ലെങ്കിലും നോക്കാൻ പാടില്ല എന്ന പക്ഷക്കാരനാണ്. മറ്റു പല ഇമാമിയങ്ങളും ആവശ്യത്തിന് നോക്കാലോ, അതുകൊണ്ട് തന്നെ വികാരമില്ലെങ്കിൽ നോക്കുന്നതിന് കുഴപ്പമില്ല എന്ന അഭിപ്രായക്കാരാണ്. ഏതായാലും അതിൽ രണ്ടഭിപ്രായമുണ്ട്. പക്ഷേ ഇമാം നബവി റളിയല്ലാഹു അൻഹു അക്കാര്യത്തിൽ വളരെ കണിശമായ സ്വഭാവം സ്വീകരിച്ചതുകൊണ്ട് ഒരു പണ്ഡിതൻ, അദ്ദേഹം വലിയ മഹാനായ പണ്ഡിതനായിരുന്നു, അല്ലാമ രീമി, അദ്ദേഹം നബവി ഇമാമിനെ കുറിച്ച് ആക്ഷേപിച്ച് സംസാരിച്ചു കളഞ്ഞു. ഈ മുസ്ലിയാർ എന്തിനാ ഇത്ര കടുപ്പത്തിൽ പറയുന്നത് എന്നൊക്കെ ആക്ഷേപിച്ച് സംസാരിച്ചു കളഞ്ഞു. ആ കാരണത്താൽ ആ മഹാനായ പണ്ഡിതൻ മരണപ്പെട്ടു കിടക്കുമ്പോ എത്രയോ പതിനായിരങ്ങൾ മയ്യത്തിന്റെ സമീപത്ത് നിൽക്കുമ്പോ ഒരു ചെറിയ പൂച്ചയെ പോലെയോ കീരിയെ പോലെയോ ഉള്ളൊരു ചെറിയ ജീവി ജനങ്ങളെ മുന്നിലൂടെ ഓടി ഇങ്ങ് വന്ന് ആ വലിയ പണ്ഡിതന്റെ വായ അതാ തുറന്നു കിടക്കുന്നു. അതിലുള്ള നാവ് കടിച്ചെടുത്ത് ഓടിക്കളയുന്നു. കാരണം നബവി ഇമാമിനെ കുറ്റം പറഞ്ഞതിനാൽ, അവിടുത്തെ വലിയ സ്ഥാനത്തിനെ ചോദ്യം ചെയ്തതിനാൽ. ആലിമീങ്ങൾക്കിടയിൽ ചിലപ്പോൾ മസലയിലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ അതിൻ്റെ പേരിൽ ഒരാളെയും നിസ്സാരപ്പെടുത്തി സംസാരിക്കാൻ പാടില്ല. നിസ്സാരപ്പെടുത്തി സംസാരിച്ചതിനാൽ അതാ അവിടുത്തേക്ക് കിട്ടിയ ഒരു ശിക്ഷയാണത്. ആ സംഭവം ഇമാം സഖാവി, ഇമാം സ്യൂത്തി തുടങ്ങി പല ഇമാമിയങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരൊറ്റ ആലിമിനെയും നമ്മൾ നിസ്സാരപ്പെടുത്തി സംസാരിക്കാൻ പാടില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതിലേക്ക് ഇപ്പോൾ കടന്ന് സംസാരിക്കൊന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ദുനിയാവിന് വേണ്ടി എന്തും പറയുക, എന്തും ചെയ്യുക എന്ന ഒരു വല്ലാത്ത ആഖിർസമാനിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ അങ്ങനെയായി പോകാൻ പാടില്ല. നമുക്ക് നല്ല ഈമാന് വേണം, തഖ്വ വേണം. നമ്മുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയണം. ആ സഹാബികളായ മുഹാജിറുകളെയും അൻസാരികളെയും കുറിച്ച് പറഞ്ഞ ശേഷം അല്ലാഹു പറയുന്നത് എന്താണ്? മരണപ്പെട്ടുപോയ, കഴിഞ്ഞു പോയ ആളുകളെ അനുസ്മരിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. വല്ലദീന ജാഊ മിൻ ബഅദിഹിം, അവരെ ശേഷം വരുന്നവർ യഖൂലൂന, അവര് അതാ പടച്ച റബ്ബിനോട് പറയുന്നു, റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങളെ റബ്ബേ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണം. ഞങ്ങൾക്ക് മാത്രം പൊറുത്താൽ പോരാ, ഞങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ മഹാന്മാരുണ്ടല്ലോ, കഴിഞ്ഞു പോയ മുഅ്മിനീങ്ങളുണ്ടല്ലോ, അവർക്കും പൊറുത്തു കൊടുക്കണം അല്ലാ. മരണപ്പെട്ടു പോയവരെ അനുസ്മരിക്കാതെ ഒരു മുഅ്മിനിന് നിർത്തിയില്ല.
ഇല്ല. സുഹൃത്തുക്കളെ, അല്ലാഹ് പറയുന്നു വലിഖ്വാനിനല്ലദീന സബഖൂന ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് ഞങ്ങൾക്ക് മുൻകടന്നവരാണവർ, മുമ്പ് കഴിഞ്ഞു പോയവരാണവർ. അവർക്ക് വേണ്ടിയും പടച്ചവനോട് മഗ്ഫിറത്ത് ചോദിക്കണം, സ്വന്തം നമുക്ക് വേണ്ടിയും ചോദിക്കണം. മരണപ്പെട്ടവരെ മറന്നുകൂടാ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ, ഈമാനുള്ള ഒരാളോടും നമ്മളെ മനസ്സിൽ വിരോധമോ വൈരാഗ്യമോ വിദ്വേഷമോ ഉണ്ടാകാൻ പാടില്ലല്ലോ. അത് പാടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ എൻ്റെ മനസ്സിലൊരു ഈമാനുള്ളവനോട് വൈരാഗ്യവും വിദ്വേഷവും നീ തന്നേക്കരുത് അല്ലാ എന്ന് പടച്ചവനോട് ദുആ ചെയ്യുന്നവരാണ് അവരുടെ പിന്നിൽ വരുന്ന നല്ല നല്ല ആളുകൾ. റബ്ബനാ ഇന്നക റഊഫുർ റഹീം, ഞങ്ങളുടെ റബ്ബേ നീ വലിയ ദയയുള്ളവനാണ്, നീ വലിയ കാരുണ്യം ചെയ്യുന്ന റബ്ബാണ്. നീ ഞങ്ങളെ മനസ്സിൽ ഒരു മോമിനോടും വിരോധം തന്നേക്കരുത് അല്ലാ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് മോമിനീങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മുടെ മുൻഗാമികൾക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം, അവരെ അനുസ്മരിക്കണം. അങ്ങനെ അനുസ്മരിക്കപ്പെടുമ്പോൾ നമ്മളെ ഉമ്മബാപ്പമാർ നമുക്ക് ഏറ്റവും വലിയ കടപ്പാടുള്ളവരാണ്. അള്ളാഹുവിന്റെ പൊരുത്തം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്. ഉമ്മബാപ്പയെ മറക്കാൻ പാടില്ല. ജീവിക്കുന്ന കാലത്ത് അവരോട് വളരെ അദബിലും ഗുരുത്വത്തിലും പെരുമാറണം. അവരോട് ഒരിക്കലും തന്നെ അവരെ മനസ്സിന് വിഷമമുണ്ടാകുന്ന ഒരക്ഷരം പോലും മിണ്ടിപ്പോകരുത്. വലാ തൻഹറുഹുമാ, അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു ശൈലിയിലും സംസാരിക്കരുത്. ഉമ്മ ഒരു കാര്യം പറഞ്ഞാൽ എന്നെ കൊണ്ടാവൂല, ഞാൻ ചെയ്യൂല, എന്താ ജ്യേഷ്ഠനോട് പറഞ്ഞാല്, എന്താ അഞ്ചനോട് പറഞ്ഞാല്, എന്താ പെങ്ങളോട് പറഞ്ഞാല്, ഇങ്ങനത്തെ ഒരു ഒറ്റ വർത്തമാനം ഒരു മകനും ഒരു മകളും പറയാൻ പാടില്ല. വലാ തൻഹറുഹുമാ, ബാപ്പ ഉമ്മയെ വിരട്ടുന്ന സംസാരം പാടില്ല. വലാ തഖുൽഹുമാ ഉഫിൻ, അവരെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരക്ഷരം പോലും പറയാൻ പാടില്ല. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, വളരെ മാന്യമായ നിലക്ക് വളരെ ലാളിത്യത്തോടു കൂടി മാത്രമേ ബാപ്പ ഉമ്മാനോട് സംസാരിക്കാവൂ. ഉമ്മാ ബാപ്പ എന്നൊക്കെ പറയുമ്പോ അങ്ങേയറ്റത്തെ സ്നേഹാദരവോടെ അല്ലാതെ സംസാരിക്കാൻ പാടില്ല. ഇത്രത്തോളം ഇമാമിങ്ങൾ പറഞ്ഞു, ബാപ്പ ഉമ്മയുടെ മുന്നിൽ മലർന്ന് കിടക്കാൻ പാടില്ല. ബാപ്പയും ഉമ്മയുമുള്ള സ്ഥലത്ത് മലർന്നു കിടക്കാൻ പാടില്ല. അതൊരു അദബുകേടാണ്. സുബ്ഹാനല്ലാഹ്, സ്ത്രീകള് ഒരിക്കലും മലർന്നു കിടക്കാൻ പാടില്ല. പുരുഷന്മാർക്ക് മലർന്നു കിടക്കാം, പുരുഷന്മാർ കമിഴ്ന്നു കിടക്കാൻ പാടില്ല. അങ്ങനെയാണ് നിയമം. കമിഴ്ന്നു കിടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകക്കാരെ കിടത്തമാണ് എന്ന് പുരുഷന്മാരോട് പറഞ്ഞു. കമിഴ്ന്നു കിടക്കാൻ പാടില്ല പുരുഷന്മാർ. അതേ സമയത്ത് സ്ത്രീകൾ മലർന്നു കിടക്കാൻ പാടില്ല. എന്നാൽ ബാപ്പ ഉമ്മയുടെ മുന്നിൽ പുരുഷന്മാരും മലർന്നു കിടക്കാൻ പാടില്ല. അദബ് കുറവാണ്. നല്ല ബഹുമാനം കാണിക്കണം ബാപ്പാനോടും ഉമ്മാനോടും. ബാപ്പ ഉമ്മയുടെ പൊരുത്തമില്ലെങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തില്ല. നല്ല ബോധം വേണം നമുക്ക്. സുഹൃത്തുക്കളെ, ആ മാതാപിതാക്കൾ അവർ മരണപ്പെട്ടാലും ജീവിച്ചിരിക്കുമ്പോഴും അവർക്ക് വേണ്ടി ദുആ നടത്തണമെന്ന് ഖുർആൻ നമുക്കറിയാമല്ലോ. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, പടച്ചവനോട് അവർക്ക് വേണ്ടി ദുആ നടത്തണം. മരണപ്പെട്ടാലും ഇല്ലെങ്കിലും അവർക്ക് വേണ്ടി ദുആ നടത്തണം. അവരെ മറന്നുകൂടാ. ആ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി അവരെ അനുസ്മരിക്കുക എന്നത് എപ്പോഴും നല്ലതാണ്, ആവശ്യമാണ്. എന്നാൽ എപ്പോഴും ഇങ്ങനെ നമുക്ക് അവരെ അനുസ്മരിച്ച് ബഹുമാനം പറയാനും അവരിൽ ഭക്ഷണം കൊടുക്കാനൊന്നും കഴിയൂലല്ലോ. അതുകൊണ്ട് നമ്മളെ മുൻഗാമികൾ എന്ത് ചെയ്തു? കൊല്ലത്തിലൊരിക്കലെങ്കിലും അനുസ്മരിക്കുക. അതിനാണ് നമ്മൾ ആണ്ട് എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറയാ? ആണ്ട് എന്ന് പറയില്ല. ഉപ്പാന്റെ ആണ്ടാണ്, ഉമ്മാന്റെ ആണ്ടാണ്. ആണ്ട് തന്നെ കൊല്ലം എന്ന് അതിന്റെ അർത്ഥം. ഉപ്പാന്റെ കൊല്ലാണെന്ന് ഒരു കൊല്ലം തികഞ്ഞ് ബാപ്പ മരിച്ചിട്ട് ഒരു കൊല്ലം തികഞ്ഞ സമയമാണ്. അതെന്തിന്? എപ്പോഴും കഴിയില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒരു കൊല്ലത്തിലൊരിക്കലെങ്കിലും ചുരുങ്ങിയത് അനുസ്മരിക്കാൻ വേണ്ടി മുൻഗാമികൾ നടപ്പാക്കിയതാണ്. അതും വേണ്ടാന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്.
അതും വേണ്ട, ആണ്ട് പറ്റൂല എന്ന് പറയുന്നവരുണ്ട്. അവർ പിന്നെ എല്ലാം പറ്റൂല എന്ന് പറയില്ല. അവരെ പരിപാടി എല്ലാം പറ്റൂല 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 എന്ന് പറയലാണ്. പടച്ചവൻ നന്നാക്കട്ടെ. സ്ത്രീകളെടുക്കലേക്ക് കുട്ടികളെടുക്കൽ ബക്കറ്റ് കൊടുത്തയക്കുമ്പോൾ സ്ത്രീകളൊക്കെ നല്ല സംഭാവന കൊടുത്തയക്കണം. സുഹൃത്തുക്കളെ, ബാപ്പ ഉമ്മയുടെ പൊരുത്തം അത് സമ്പാദിക്കണം. അപ്പൊ അവരെ മരണത്തിന് ശേഷം അനുസ്മരിക്കുന്നു. കാരണം അവരുടെ നന്മയും അവരുടെ അനുഗ്രഹവും നമുക്ക് ധാരാളം കിട്ടിയെന്നാണ് ഖുർആൻ പറഞ്ഞത്. അതാണ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. കുട്ടിക്കാലത്ത് എന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾ. ഉമ്മയുടെ മുല കുടിച്ച് വളർന്നു, ഉമ്മയുടെ മടിത്തട്ടിൽ വളർന്നു. ഉമ്മ തന്നെ നമുക്ക് വാരിത്തന്നു, കോരിത്തന്നു. ഉമ്മ തന്നെ നമ്മളെ കുളിപ്പിച്ചു. ഉമ്മ തന്നെ മുടി വാർന്നിട്ട് തന്നു. ഉമ്മ തന്നെ തോർത്തിത്തന്നു. ഉമ്മ തന്നെ കുപ്പായമിട്ട് തന്നു. ഉമ്മ തന്നെ നമുക്ക് വസ്ത്രമണിയിച്ചു തന്നു. ഉമ്മ തന്നെ ഭക്ഷണം പാകം ചെയ്തു തന്നു. ആ ഉമ്മ തന്നെ വാരിത്തന്നു. ആ ഉമ്മ തന്നെ നമുക്ക് ഗ്ലാസ് എടുത്ത് വെള്ളം പാല് കുടിപ്പിച്ചു തന്നു. അങ്ങനെ ആ ഉമ്മ ചെയ്ത ഖിദ്മത്തുകളും ഓർത്തു നോക്കൂ യുവാക്കളെ. ആ ഉമ്മനെ മറന്നുകൊണ്ടൊരു ജീവിതം പറ്റുമോ? അതേപോലെ നമുക്ക് വേണ്ടി ഊണും ഉറക്കുമൊഴിഞ്ഞ് കഠിനാധ്വാനം ചെയ്ത് അതാ ജോലി ചെയ്ത് പണിയെടുത്ത് അധ്വാനിച്ച് നമുക്ക് ഭക്ഷണം വാങ്ങി തന്ന ബാപ്പ, അതേ നമ്മെ പ്രസവിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ഉറക്കമൊഴിച്ച ബാപ്പ, ഗർഭമായിരുന്ന സമയത്ത് അതാ കൊണ്ടുപോയിട്ട് പടച്ച റബ്ബേ എത്ര എത്ര അധ്വാനമാണ് ബാപ്പ അധ്വാനിച്ചത്. എന്നിട്ടാ പ്രസവത്തിൽ എൻ്റെ കുട്ടിക്കൊരു അപകടവുമില്ലാതെ കുട്ടി പ്രസവിച്ച് വരണമെന്ന നിലക്ക് ആരോടൊക്കെയാ ദുആ ചെയ്യാൻ പറഞ്ഞത്. ആ കുട്ടിയെ പോറ്റി വളർത്തി പഠിപ്പിക്കാൻ ബാപ്പ എത്രയാ അധ്വാനിച്ചത്. ആ ബാപ്പയെ മറന്നുകൊണ്ടൊരു ജീവിതം പറ്റുമോ? ആ ബാപ്പ ഉമ്മമാറ് ഇന്നാലില്ല. ഞാൻ സങ്കടം പറയട്ടെ. ഏകദേശം ഒരാഴ്ച മുമ്പ് ഞാൻ വിദേശത്തായിരുന്നു. എനിക്ക് ഒരു ഗ്രൂപ്പിൽ ഒരു ചിത്രം ആരോ അയച്ചു തന്നു. അതൊരു ക്ലിപ്പാണ്. ആ ക്ലിപ്പ് അന്ന് രാത്രി നോക്കിപ്പോയതിനാൽ എനിക്ക് ഉറക്കം വരാതെ ബുദ്ധിമുട്ടിപ്പോയി. എന്തേ കാരണം എന്നറിയോ? ബാപ്പ ഉമ്മാനെ തള്ളിയിട്ട്, ഉമ്മാനെയും ബാപ്പാനെയും അവഗണിച്ചിട്ട്, ബാപ്പ ഉമ്മാന്റെ പൊരുത്തത്തിലേക്ക് ചിന്തിക്കാതെ, അവരെ ഉപദേശം സ്വീകരിക്കാതെ, അവരെ സന്തോഷിപ്പിക്കാതെ, പ്രണയിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ഏതോ ഒരു ചെറുപ്പക്കാരൻ ഒന്ന് ഫോൺ ചെയ്തപ്പോ, അല്ലെങ്കിൽ ഒരു ഫോൺ വാങ്ങിച്ചു കൊടുത്തപ്പോ, അല്ലെങ്കിൽ ഒന്ന് മുഖത്ത് നോക്കി പുഞ്ചിരിച്ചപ്പോ, അല്ലെങ്കിൽ അതാ ഫോൺ ചെയ്തിട്ട് നല്ല പഞ്ചസാര വാക്ക് പറഞ്ഞപ്പോ 10-25 കൊല്ലം പോറ്റി വളർത്തിയ ഉമ്മാനെ മറന്നു, ബാപ്പാനെ മറന്നു. ആ ചെറുപ്പക്കാരന്റെ പിന്നാലെ ഇറങ്ങി നടന്നു. അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിയെ സുബ്ഹാനല്ലാഹ്, ആ പ്രണയിച്ച് വിവാഹം കഴിച്ചവൻ, പ്രണയിച്ച് കൊണ്ടുപോയവൻ, ബാപ്പ ഉമ്മയെ ധിക്കരിച്ചു പോയ പെൺകുട്ടിയെ അതാ 2 കൈയും ബാക്കിലിട്ട് പിടിച്ച് കെട്ടിയിട്ട് തലക്കും മുഖത്തും നെഞ്ഞത്തുമൊക്കെ ഇടിക്കുന്നു. വളരെ ശക്തമായ ഇടി ഇടിക്കുന്നു. എന്നിട്ട് പിന്നെ 2 കാലും അതാ പിടിച്ച് കെട്ടിയിടുന്നു. ഈ പെൺകുട്ടി നിലത്ത് വീണിട്ട് അല്ലാ അല്ലാ എന്നിങ്ങനെ വിളിച്ച് നിലവിളിക്കുന്നു. ആരും തടയാനില്ല, ആരും ചോദിക്കാനില്ല. അവൻ എന്തും ചെയ്യാമല്ലോ. കാരണം ബാപ്പാനെ വിട്ട് വന്ന പെണ്ണല്ലേ, ഉമ്മാനെ വിട്ട് വന്ന പെണ്ണല്ലേ, കുടുംബത്തെ വിട്ട് വന്ന പെണ്ണല്ലേ. അവൾക്ക് വേണ്ടി ചോദ്യം ചെയ്യാൻ ഒരു കുടുംബമില്ലല്ലോ, നാടില്ലല്ലോ, കമ്മിറ്റിയില്ലല്ലോ, ഒരാളുമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇറങ്ങി ഓടിപ്പോയ പെണ്ണിനെ ഇവൻ പീഡിപ്പിക്കുന്ന പീഡനം കണ്ടിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. ഇപ്പോഴും എൻ്റെ ഈ ഫോണിൽ ആ ചിത്രം കാണാം. എൻ്റെ പെൺകുട്ടികളെ, നിങ്ങൾ താൽക്കാലികമായി കാണുന്ന ചിരിയോ താൽക്കാലികമായി പറയുന്ന വാക്കോ കേട്ട് നിങ്ങൾ ഉമ്മ ബാപ്പമാരെ അവഗണിച്ച് അവരെ പൊരുത്തക്കേട് വാങ്ങിപ്പോയി നിങ്ങൾ നശിക്കല്ലേ.
അതുപോലെ ചെറുപ്പക്കാരെ, 10ഉം 25ഉം കൊല്ലം പോറ്റി വളർത്തിയ ബാപ്പയുടെ പൊരുത്തം നോക്കാതെ, ഉമ്മാന്റെ പൊരുത്തം നോക്കാതെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഫോണ് ചെയ്യുമ്പോൾ ആ പെൺകുട്ടി എൻ്റെ കുടുംബത്തോട് യോജിക്കുമോ, എൻ്റെ ബാപ്പയുടെ അന്തസ്സിന് യോജിക്കുമോ, എൻ്റെ തറവാട്ടിന് യോജിക്കുമോ, എൻ്റെ കുടുംബങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ, എൻ്റെ ഉമ്മാക്ക് താല്പര്യപ്പെടുമോ എന്ന് ചിന്തിക്കാതെ കാണുന്ന പെണ്ണിൻ്റെ പിന്നാലെ നിങ്ങളും പോകല്ലേ യുവാക്കളെ. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ബാപ്പയോടും ഉമ്മയോടുമുള്ള കടപ്പാട് പറഞ്ഞത് വളരെ ഗൗരവത്തിലാണ് കേട്ടോ. ബാപ്പ ഉമ്മയെ പരിഗണിക്കണം, അവരെ അനുസ്മരിക്കണം. അവരുടെ ആണ്ട് കഴിക്കുന്നു. എന്നാൽ പിന്നെ താജുൽ ഉലമ നമ്മളെ ബാപ്പയല്ലല്ലോ, നമ്മളെ നങ്ങന്മാരല്ലല്ലോ. നൂറുൽ ഉലമ നമ്മളെ ബാപ്പയല്ലല്ലോ. അവരാണ്ട് നമ്മളതിന് കഴിക്കണം. എന്തിനവരെ അനുസ്മരിക്കണം? അതുപോലെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് നമ്മളതിന് കഴിക്കണം. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് നമ്മളതിന് കഴിക്കണം. ബദരീകളാണ്ട് നമ്മളതിന് കഴിക്കണം. ഓ സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞത് ശാരീരിക രംഗത്തുള്ള ബാപ്പ ഉമ്മയെ കുറിച്ചാണ്. എന്നാൽ നമ്മുടെ ആത്മീയ നേതാക്കളായ പണ്ഡിതന്മാർ, നമ്മുടെ ആത്മീയ നേതാക്കളായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, നമ്മുടെ ആത്മീയ നേതാക്കളായ സഹാബികൾ, ബദരീങ്ങൾ, അവരെല്ലാം നമ്മുടെ ആത്മാവിന്റെ പിതാക്കളുടെ സ്ഥാനത്താണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉന്നതമായ പദവിയിലാണ്. അതുകൊണ്ട് തന്നെ അവരോട് നമുക്ക് വലിയ അങ്ങേയറ്റത്തെ സ്നേഹമുണ്ട്, ആദരവുണ്ട്. എന്തേ കാരണം? അവരില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈമാൻ കിട്ടൂലായിരുന്നു. ബദരീങ്ങൾ അന്ന് ത്യാഗത്തിന് മുതിർന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇസ്ലാമിന്റെ വെളിച്ചം കിട്ടില്ലായിരുന്നു. അതുപോലെ മുൻഗാമികൾ അധ്വാനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മഹാനായ താജുൽ ഉലമ ധൈര്യപൂർവ്വം നമുക്ക്, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിന്ന് പ്രവർത്തിക്കൂ മക്കളെ, ഞാൻ ഒറ്റക്കാണെങ്കിലും നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ മറ്റൊന്നിനും വില കൽപ്പിക്കുന്നില്ല എന്ന് ഉച്ചൈസ്വരം പ്രഖ്യാപിച്ച് നമുക്ക് നേതൃത്വം നൽകിയതിന്റെ ഗുണം ഇന്ന് ഇതാ മുസ്ലിം സമുദായം അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അതാ ഇന്ന് അനുഭവിക്കുന്നില്ലേ? താജുൽ ഉലമയെ തെറ്റിദ്ധരിച്ചു പോയവർ, അതേ സുൽത്താനുൽ ഉലമയെ തെറ്റിദ്ധരിച്ചു പോയവർ, നൂറുൽ ഉലമയെ തെറ്റിദ്ധരിച്ചു പോയവർ, സുബ്ഹാനല്ലാഹ്, അവരിലും പലർക്കും അതേ അബദ്ധം ബോധ്യപ്പെടുന്നില്ലേ? ആ മഹാന്മാർ അവർ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ത്യാഗത്തിന് മുതിർന്നു. അവരെ കൂക്ക് വിളിക്കുമ്പോ, കല്ലെറിയുമ്പോ, അവരെ ചീത്ത വിളിക്കുമ്പോ അവരതിനൊന്നും വില കൽപ്പിച്ചില്ല. അല്ലാഹുവിന്റെ ദീൻ ഹഖ് ഹഖായി എത്തിച്ചു കൊടുക്കലാണ് ഞങ്ങളുടെ ബാധ്യത എന്ന നിലക്ക് അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ പ്രചരിപ്പിച്ചു. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി മാറി നിൽക്കണം എന്ന് പഠിപ്പിച്ചു. ഇനി നിങ്ങൾ മേൽപോട്ട് നോക്കിയാൽ ഈ മാസം അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ ആദരിക്കുന്ന, അനുസ്മരിക്കുന്ന മാസമാണ്. എന്തേ റിഫായി ശൈഖിന്റെ അനുസ്മരണം? നാളെ സിറാജുൽ ഹുദയിൽ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടനുസ്മരണമാണ്. ദിക്ർ ഹൽഖയാണ്. എല്ലാ ഇംഗ്ലീഷ് മാസത്തെയും അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ദിക്ർ ഹൽഖ ഉണ്ടാവുക. നാളത്തെ ദിക്ർ ഹൽഖയിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഭക്ഷണം തരാമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, അവരുടെ ഉദ്ദേശം നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ഒരു ചെറിയ കുട്ടി, ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഒരു ചെറിയ കുട്ടിയെ കുട്ടി പറഞ്ഞു. ആ കുട്ടിയുടെ ശരീരത്തിൽ വല്ലാത്ത ചൊറി അനുഭവപ്പെടുന്നു. അത് മാറിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ സിറാജുൽ ഹുദയിലെ ദിക്ർ ഹൽഖയിലേക്ക് ഭക്ഷണം കൊടുത്താൽ അവർക്ക് വേണ്ടിയുള്ള ദുആക്ക് പലപ്പോഴും അൽഹംദുലില്ലാ റബ്ബ് ഉത്തരം ചെയ്ത അനുഭവം എനിക്കുണ്ട്. ഞാൻ അവരോട് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാൻ വേണ്ടി പറഞ്ഞു. വേറൊരു കുട്ടിയെ അപ്പോൾ അവരെടുത്തുകൊണ്ടുവന്നു. ആ കുട്ടി ഇങ്ങനെ മാന്താണ്,
കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. ഞാൻ കുറേ സമയം മന്ത്രിച്ചു കൊടുത്തു. പിറ്റേ ദിവസം അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ചൊറി മാറി വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ചൊറിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ വീണ്ടും അവിടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ഖത്തറിനാണ്. അവിടെ ചെന്നപ്പോ ആ കുട്ടിയെ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കിപ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ചെറിയ കുട്ടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സുഹൃത്തുക്കളെ, നമ്മൾ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ആരിഫീങ്ങളെ, സാലിഹീങ്ങളെ, സയ്യിദന്മാരെ, ആലിമീങ്ങളെ ആദരിക്കുന്നു. അവരെ മുൻനിർത്തി റബ്ബിനോട് ദുആ ചെയ്യുന്നു. നമ്മളൊന്നിനും കൊള്ളാത്തവരാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അള്ളാഹു ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കി തരണം. നമ്മളെ മനസ്സിൽ കിബിർ വരാൻ പാടില്ല, അസൂയ വരാൻ പാടില്ല, വിദ്വേഷം വരാൻ പാടില്ല. കഴിഞ്ഞുപോയ മഹാന്മാരെ കുറിച്ച് നല്ല മതിപ്പ് വേണം. അതില്ലാത്തവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ. സുബ്ഹാനല്ലാഹ്, അവരെന്ത് കളവും പറയും, എന്തും പറയും. സുബ്ഹാനല്ലാഹ്, ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനമുണ്ട് എൻ്റെ കയ്യിൽ. ഈ പ്രബോധനത്തിൽ പറയുന്നത് 1969 ഉള്ളൊരു പ്രബോധന, ആഗസ്റ്റിലെ പ്രബോധനം. ഇതിൽ പറയും, തങ്ങന്മാരിൽ തന്നെ ഒരു പരിപാടി തന്നെ ഇല്ലാതെ. തങ്ങന്മാരുണ്ട് എന്ന് വിശ്വസിക്കുന്ന ജാഹിലിയ്യത്താണ്. തങ്ങൾക്ക് സയ്യിദുകൾ എന്ന് വിളിക്കുന്നത് കടുത്ത തെറ്റാണ്. നബിതങ്ങൾക്ക് പേരമക്കളൊന്നുമില്ല. ഇതിൽ പറഞ്ഞ കാര്യങ്ങളാ. പേരക്കുട്ടി എന്നോ പൗത്രനെന്നോ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ശുദ്ധ ബോഷ്കല്ലാതെ മറ്റൊന്നുമല്ലാതെ. എന്നിട്ട് ഇതിൽ പറഞ്ഞു, തങ്ങന്മാരെ കൈപിടിച്ച് ചുംബിക്കുകയല്ല വേണ്ടത്, ആ കൈ ഛേദിക്കുകയാണ് വേണ്ടത്. ഛേദിക്കാറ്റ മുറിച്ചുകളിയാണ് വേണ്ടത്. ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രബോധനം. അതേ ജമാഅത്ത് ഇസ്ലാമിക്കാര് ചിലപ്പോ തങ്ങളെ കൊണ്ടുവന്നിട്ട് ഉദ്ഘാടനം ചെയ്യിക്കും കേട്ടോ. അതിന് ആളുകളെ പറ്റിക്കാൻ. കുറ്റിയാടിയിലെ ഒരു മദ്രസ ഉണ്ട് ജമാഅത്ത് ഇസ്ലാമിന്റെ, അവർ തങ്ങളെ കൊണ്ടാ ഉദ്ഘാടനം ചെയ്യിച്ചു. അതെന്തിനാ? സുന്നി കുട്ടികൾ അവിടത്തേക്ക് കിട്ടിയിട്ട് അവരെ പഠിപ്പിക്കാന്. അങ്ങനെ പല പരിപാടിയുണ്ട്. ചിലപ്പോ അവര് ആളുകളോട് സക്കാത്ത് പിരിച്ചിട്ട് അവരെ സംഘടന ഉണ്ടാക്കും. ആ സക്കാത്തിന്റെ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ തങ്ങളെ വിളിക്കും. എന്തിന്? ജനങ്ങളെ ഈമാൻ നശിപ്പിക്കാനും അമല് നശിപ്പിക്കാനും. ഏതുപോലെ മുനാഫിഖുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു. ഏത് ഉദ്ഘാടനം? വല്ലദീന തഖൂ മസ്ജിദൻ ളിറാറൻ വകുഫ്റൻ വതഫരീഖൻ ബൈനൽ മുഅ്മിനീന വഇർസാദൻ ലിമൻ ഹാറബ അല്ലാഹ വറസൂല. അല്ലാഹ് പറഞ്ഞില്ലേ, റസൂലുള്ളാഹിനെ അല്ലാഹനെ എതിർക്കാൻ വേണ്ടി പള്ളി എന്ന പേരിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി മുനാഫിഖുകൾ. എന്നിട്ട് ആ പള്ളി ഉദ്ഘാടനം തങ്ങൾ നടത്തി തരണമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിനെ എതിർക്കാൻ ഉണ്ടാക്കിയത്. അതിന്റെ ഉദ്ഘാടനത്തിന് റസൂലുള്ളാഹിനെ വിളിച്ചു. അപ്പൊ അല്ലാഹു തആല ഖുർആനിൽ ആയത്തിറക്കി, ലാ തഖും ഫീഹി അബദാ. നബിയെ, തങ്ങൾ അവിടെ കയറി നിസ്കരിച്ചു പോകരുത്, അവിടെ കയറി പോകരുത് എന്ന് അല്ലാഹു തആല നിർദ്ദേശം കൊടുത്തു. അത് പണ്ട് മുനാഫിക്കുകൾ പണ്ട് കാലത്തെ തുടങ്ങിയ ഒരു പരിപാടിയാ. സാധാരണക്കാരെ പാട്ടിലാക്കാൻ വേണ്ടി, പറ്റിക്കാൻ വേണ്ടി, സാധാരണക്കാർ ബഹുമാനിക്കുന്ന തങ്ങന്മാരെ എന്നല്ല റസൂലുള്ളാഹിനെ തന്നെ കൊണ്ടുവന്ന് ചതിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓ സുഹൃത്തുക്കളെ, അതേപോലെ തന്നെ മുജാഹിദിന്റെ ശബാബ് വാരികയുണ്ട്, സലഫികളെ വാരിക. ഇതിൽ പറയുന്നത് എന്താണ്? ഒരു തങ്ങളെ കൈപിടിച്ച് ചുംബിച്ചാൽ അവൻ ഇസ്ലാമെന്ന് പുറത്താണ്, ശിർക്കാണ്. സുബ്ഹാനല്ലാഹ്, തങ്ങന്മാരിൽ നിന്നും ഖൈർ ഉദ്ദേശിച്ചുകൊണ്ടും ചില സിറുകൾ നീ കിട്ടാൻ വേണ്ടിയും അവരുടെ കൈകൾ മുത്താറുണ്ട്, അത് ശിർക്കാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ ഇതിൽ പറയുന്ന പച്ചക്കള്ളം എന്തൊക്കെയാണെന്നറിയോ? സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ പറഞ്ഞു പോലും ഞങ്ങൾ ശിയാക്കളായിരുന്നു, തങ്ങൾ എന്നൊരു സാധനം തന്നെ ഇല്ല എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇതെല്ലാം ഖുർആനിനും ഹദീസിനും എതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അവിടുത്തെ മകളുടെ മകനെ സംബന്ധിച്ച് ഇന്നബിനി ഹദാ സയ്യിദുൻ, എന്റെ മകൻ എന്നാണ് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നബി തങ്ങൾ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് മകളുടെ മക്കളാകുമ്പോൾ അവർക്ക് മക്കളെന്ന സ്ഥാനമില്ല, പേരക്കുട്ടി എന്ന് പറഞ്ഞുകൂടാ എന്ന് പ്രബോധനവും സലഫികളും ജമാഅത്തുകാരൊക്കെ പറയുന്നത് ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്. ഖിയാമത്ത് നാൾ വരെ തങ്ങന്മാരുണ്ടാകുമെന്നത് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന ആയത്തിന്റെ തഫ്സീർ തന്നെ ധാരാളം പേരമക്കൾ നബിതങ്ങൾക്കുണ്ടാകുമെന്നാണെന്ന്
ഇമാം റാസി വിശദീകരിച്ചത് കാണാം. എന്തിനധികം പറയണം, ഖിയാമത്ത് നാളോടനുബന്ധിച്ച് വരുന്ന ഇമാം മഹ്ദി അതാ മിൻ അഹ്ലി ബൈത്തി, എൻ്റെ സന്താന പരമ്പരയിൽ മിന്നിത്തിറത്തി, എൻ്റെ പേരമക്കളിൽപ്പെട്ട ആളായിരിക്കുമെന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഖുർആനും ഹദീസും ഖുർആനും സുന്നത്തും സലഫികൾ സ്വീകരിക്കൂല, ജമാഅത്തുകാർ സ്വീകരിക്കൂല, തബ്ലീഗുകാർ സ്വീകരിക്കൂല, വ്യാജ തരീഖത്തുകാർ സ്വീകരിക്കൂല. അവരുടെ എന്തെല്ലാമോ വർത്തമാനം കേട്ട് ഒരു മുസ്ലിമും പെട്ടുപോകരുതേ. ആഖിറത്തിലെത്തിയിട്ട് കൈകടിച്ചിട്ട് കാര്യമുണ്ടാകൂല. യാ ലൈതനി ഇത്തഖൽതു മഅ റസൂലി സബീലാ. ഞാൻ ആരെയെങ്കിലും സുഹൃത്താക്കി സ്വീകരിക്കേണ്ടതില്ലായിരുന്നു എന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. സുഹൃത്തുക്കളെ, മഹാന്മാരായ ആളുകൾ അവരുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകളെ നമ്മൾ ഈ മാസത്തിൽ അനുസ്മരിക്കും. കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. അവരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഒരു ദിവസം മഹാനവറുകളുടെ സദസ്സിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തിരിക്കുന്നു. ബഹുമാനപ്പെട്ടവർ ളുഹറിന്റെ ശേഷം ഒരു വ്യാഴാഴ്ച വഅദ് പറയാനിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ സക്കരിയ യഹ്യ ഇബ്നു ശൈഖ് സാലിഹ് യൂസുഫ് അൽ അസ്ഖലാനി അൽ ഹംബലി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ മഹാനവറുകളുടെ നാട്ടിൽ ഞാൻ സിയാറത്തിന് ചെന്നു, സന്ദർശനത്തിന് ചെന്നു. അപ്പോൾ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ സന്ദർശിക്കാൻ ചെന്നപ്പോ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. മിനൽ ഉമറായി, വലിയ ഗവർണർമാരുണ്ട്, വല്ലുലമായി, വലിയ ആലിമീങ്ങളുണ്ട്, സാധാരണക്കാരുണ്ട്. അവർക്കെല്ലാം ഭക്ഷണം വിതരണം ചെയ്യുകയാണ്. കസേരയിലിരുന്ന് ബഹുമാനപ്പെട്ടവർ അതാ ജനങ്ങൾക്ക് ളുഹറിന്റെ ശേഷം വഅദ് പറയുന്നു. ജനങ്ങൾ നാല് ഭാഗത്തും വട്ടം വട്ടം ഇരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളെ വഅദ് കേൾപ്പിക്കാൻ മൈക്ക് വേണ്ട. അവിടുത്തെ കറാമത്തായിരുന്നു. എത്ര ദൂരെയും അവിടുന്ന് വഅദ് പറയുമ്പോൾ കേൾക്കുമായിരുന്നു. ഏതുപോലെ ഇമാം ശഅറാനി റളിയല്ലാഹു അൻഹു ആ കറാമത്ത് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മക്കയിൽ നിന്ന് കഅബ നിർമ്മിച്ചിട്ട് അതിൻ ഫിന്നാസി ബിൽ ഹജ്ജി യതൂക റിജാലൻ വഅലാ കുല്ലി ളാമിനി യതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇബ്രാഹിം നബിയെ ഹജ്ജിന് വേണ്ടി വിളിച്ചോളൂ എന്ന് അല്ലാഹ് പറഞ്ഞപ്പോ ആ വിളിച്ചപ്പോൾ ലോകം മുഴുക്കയുള്ള ജനങ്ങൾ കേട്ടില്ലേ? ഇപ്പോൾ ഹജ്ജിന് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് ഉത്തരം ചെയ്ത് പോകുന്നില്ലേ? കേൾപ്പിക്കുന്നവൻ അല്ലാഹു അല്ലേ? അങ്ങനെ ലക്ഷങ്ങൾ പങ്കെടുത്ത സദസ്. അവിടെ നിന്ന് വഅദ് പറഞ്ഞപ്പോ ഫബാദറഹു ഖൗമുൻ ബിഅസ്അലത്തിൻ മിനത് തഫ്സീർ. സദസ്സിന്ന് ചിലര് തഫ്സീറിൽപ്പെട്ട ചില സംഗതികൾ, ഖുർആൻ തഫ്സീറിനെ പറ്റി സംശയം ചോദിച്ചു. വേറെ ചില ബിഅസ്അലത്തിൻ മിനൽ ഹദീസ്, ഹദീസിലുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചു. വജമാഅത്തിൻ മിനൽ ഫിഖ്, വേറെ ചില ആൾക്കാർ കർമ്മശാസ്ത്ര നിയമങ്ങളെ കുറിച്ച് ചോദിച്ചു. വേറെ ചില മിനൽ ഖിലാഫ്, വേറെ ചില മിനൽ ഉസൂൽ. അങ്ങനെ പല വിഷയങ്ങളിലും ചോദ്യങ്ങൾ ഉതിർത്തു. 200ഓളം ചോദ്യം വന്നു. എല്ലാ ചോദ്യത്തിനും കൃത്യമായി റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. ദേഷ്യം പിടിക്കുന്നില്ല, ചൂടാകുന്നില്ല, മുഖം കഥ വിവർക്കുന്നില്ല, ഒരു വിവരണമാകുന്നില്ല. എല്ലാറ്റിനും സന്തോഷത്തോടെ മറുപടി പറഞ്ഞപ്പോ സദസ്സിൽ പങ്കെടുത്ത ഞാൻ അബൂ സക്കരിയ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ മനസ്സിലേക്ക് അല്പം ദേഷ്യം പിടിച്ചു. ചോദിക്കുന്നവരോടാ ദേഷ്യം പിടിച്ചത്. ഞാൻ ചോദിച്ചു, അമാ കഫാക്കും ഹാദാ,
നിങ്ങൾക്ക് പോരെ ലൗ സഅൽതുമൂഹു അൻ കുല്ലി ഇൽമിൻ ദുബ്ബിന അജാബക്കും. നിങ്ങളെ കിതാബുകളിലൊക്കെ എഴുതി വെച്ച ഏത് ചോദ്യം ചോദിച്ചാലും ആ മഹാൻ മറുപടി പറയും ബിഇദ്നില്ലാ, പടച്ചവന്റെ ഉദ്ദേശപ്രകാരം തൗഫീഖ് കൊണ്ട് മറുപടി പറയും. ഒരു വിഷമം ഉണ്ടാവില്ല. അപ്പൊ റിഫായി ശൈഖിന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ദേഹം യാ അബാ സക്കരിയ, അബൂ സക്കരിയ നിങ്ങൾ അങ്ങനെ ഒന്നും പറയണ്ട. അവർ ചോദിക്കട്ടെ, ഞാൻ ഉള്ള സമയത്ത് എന്നോട് ചോദിക്കട്ടെ, ഞാൻ ഇല്ലാതെ ആയിപ്പോ ചോദിക്കാൻ പറ്റൂലല്ലോ. ദുന്യാവ് നിലനിൽക്കുന്നതല്ല, ദുന്യാവിലുള്ളവരും നിലനിൽക്കുന്നവരല്ല, എല്ലാവരും പോകുന്നവരല്ലേ. ഞാനും ഇല്ലാതെയാകൂലേ? ഞാനുള്ള സമയത്ത് അവർ ചോദിക്കട്ടെ, മനസ്സിലാക്കട്ടെ, നിങ്ങളതിനൊന്നും പറയണ്ട. അതങ്ങ് പറഞ്ഞപ്പോൾ ജനങ്ങൾ കരയാൻ തുടങ്ങി. ലക്ഷക്കണക്കിന് ആളുകൾ അതാ അള്ളാഹുവിന്റെ മുമ്പിൽ മരിച്ചു പോകുന്നവരാണല്ലോ. പടച്ച റബ്ബേ, റബ്ബിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ പോകുന്നതെങ്ങനെ? ഉഖ്റവിയായ ചിന്ത കൊണ്ട് കരയാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, ആ സദസ്സിൽ നിന്ന് ആ ഒരൊറ്റ വയത് കഴിഞ്ഞപ്പോൾ 8,000-ഓളം യഹൂദികളും ക്രിസ്ത്യാനികളും സാബികളും ഇസ്ലാം മതം സ്വീകരിച്ചു. അതിന്റെ പുറമെ പല തെറ്റുകളും വന്നുപോയ മുസ്ലിമീങ്ങളുണ്ട്. അങ്ങനത്തെ 40,000 ആളുകൾ തൗബ ചെയ്ത് നന്നായി പോയി. അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, സുഹൃത്തുക്കളെ, അവരുടെ പ്രവർത്തനം കൊണ്ട് ദീനിനുണ്ടായ നേട്ടം എത്രയാണ്! എത്ര ജനങ്ങളാണ് ഹിദായത്തായത്! അതുകൊണ്ട് തന്നെ അവരെല്ലാം അനുസ്മരിക്കപ്പെടേണ്ടവരാണ്, ഓർമ്മിപ്പിക്കപ്പെടേണ്ടവരാണ്. അവരെ മദ്ഹ് പറയലും അവരെ മദ്ഹ് പാടലും അവരെ ഓർമ്മിക്കലും അവർക്ക് വേണ്ടി അവരെ ദറജ വർദ്ധിക്കാൻ ദുആ നടത്തലും അതോടുകൂടെ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ദുആ നടത്തലും ഇതൊക്കെയല്ലേ നമ്മുടെ ആണ്ടനുസ്മരണത്തിൽ നടക്കുന്നത്. മഹാനായ താജുൽ ഉലമയുടെയും നൂറുൽ ഉലമയുടെയും നമ്മുടെ മുൻഗാമികളായ ഏതൊക്കെ ഉലമാക്കളുണ്ടോ, താജുശ്ശരിയയും താജുൽ ഫുഖഹാവും അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞനാടി ഉസ്താദും, അങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ നിറഞ്ഞു നിന്ന ഒരുപാട് അലിമീങ്ങൾ ഈ അടുത്ത് വിട്ടു പിരിഞ്ഞു പോയില്ലേ. അതുപോലെ ഈ പാവപ്പെട്ട എൻ്റെ ഗുരുനാഥന്മാർ ഉസ്താദുമാർ പലരും പിരിഞ്ഞു പോയില്ലേ. നമുക്ക് വളരെയേറെ പ്രചോദനം നൽകിയ അവേലത്വങ്ങൾ പിരിഞ്ഞു പോയില്ലേ. അതുപോലെ തുടങ്ങി ഒരുപാട് സാദാത്തുക്കൾ പിരിഞ്ഞു പോയില്ലേ. അള്ളാഹു അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകട്ടെ. അവരെ പിന്തുടർന്ന് ജീവിച്ചവരിൽ നമ്മളെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്ത് പിരിയണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ മജ്ലിസിലേക്ക് വരണം. അല്ലാഹുവേ, ഞങ്ങളെ ഈ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. എല്ലാ ആണ് പെണ്ണിനോടും ഒരു വസിയ്യത്തായി പറയട്ടെ, കൃത്യമായി 5 വഖത്ത് നിസ്കരിക്കണം. നിസ്കാരത്തിലല്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുന്നത്. സമീഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ എല്ലാ പോക്കിലും വരവിലും അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് നമ്മൾ എന്തേ റുകൂഇൽ നിന്ന് വരുമ്പോൾ സമീഅല്ലാഹു ലിമൻ ഹമിദ, അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന വന്നതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ജമാഅത്തിനെത്താൻ അല്പം വൈകിപ്പോയി. വെറുതെ അല്ല, കാരണം ഉണ്ടായിട്ടാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലായിരുന്നു. റുകൂഇൽ തുടർന്നാൽ റക്അത്ത് കിട്ടുമല്ലോ. ആ സന്തോഷം കൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന് റുകൂഇലുള്ള നബി തങ്ങളോട് പറയാണ്, ഓ നബിയെ, സാധാരണ അല്ലാഹു അക്ബർ എന്നല്ലേ പറയല്, റുകൂഇൽ നിന്ന് പൊങ്ങുമ്പോ ഇന്ന് മുതൽക്ക് സമീഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണം. അള്ളാഹുവിനെ സ്തുതിച്ചവർക്ക് അള്ളാഹു ഉത്തരം ചെയ്യട്ടെ. ആരാ സ്തുതിച്ചത്? അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അതിനെ അനുസ്മരിച്ച് ഇന്നും അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും സമീഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്നു. അൽഹംദുലില്ലാഹി അഫ്ദലു ദുആഇ അൽഹംദുലില്ലാഹ്. ദുആന്റെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ദുആ അൽഹംദുലില്ലാഹ്. കാരണം എന്തേ പറയണോ?
നമ്മളെല്ലാവരും പറയല്ലേ സമീ അല്ലാഹു ലിമൻ ഹമിദ, അൽഹംദുലില്ലാ പറഞ്ഞു എനിക്ക് ഉത്തരം ചെയ്യണേ എന്നല്ലേ നമ്മളെല്ലാവരും പറയില്ല. അപ്പൊ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ദ്വാരക്കുന്നുണ്ട്, അൽഹംദുലില്ലാ പറഞ്ഞു എനിക്ക് ഉത്തരം കൊടുക്കണോ, സമീ അല്ലാഹു ലിമൻ ഹമിദ. അപ്പൊ ഈ അൽഹംദുലില്ലാ പറഞ്ഞിട്ടുള്ള ദുആ അതിന് ഉത്തരം കിട്ടും. അൽഹംദുലില്ലാണ്ട് ഇല്ലാതെ അൽഹംദുലില്ലാ പറയാണ്ട് ദുആ ഇല്ല. അൽഹംദുലില്ലാ അഫ്ളലു ദുആ, ദുആന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ളത് അൽഹംദുലില്ലാ. പടച്ചവനൊന്നും തിരിയായിട്ടൊന്നുമല്ലല്ലോ നമ്മൾ ചോദിക്കുന്നത്, അള്ളാഹുവിന് അറിയില്ലേ നമുക്ക് എന്തെല്ലാം വേണ്ടത്. അൽഹംദുലില്ലാ പറയാതെ ദുആ ഇല്ല. ആ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുന്നതിന്റെ പുറമെ ഹബീബ് നബി തങ്ങളെ വിളിച്ച് അസ്സലാമു അലൈക അയ്യുഹൻ നബി പറയുന്ന ഇബാദത്തല്ലേ നിസ്കാരം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ പുകഴ്ത്തി തുടങ്ങുന്നതല്ലേ നിസ്കാരം. ആ നിസ്കാരം ഒരൊറ്റ വഖത്ത് ഖളാ ആക്കരുത്, അത് കൃത്യമായി അങ്ങ് നിസ്കരിച്ചേക്കണം. നമുക്ക് ചിന്തിക്കാൻ ബ്രെയിന് തന്ന റബ്ബ്, അതേ ജീവിതത്തിന് ആവശ്യമായ ഹാർട്ട് തന്ന റബ്ബ്, കിഡ്നി തന്ന റബ്ബ്, കരള് തന്ന റബ്ബ്, എല്ലാം തന്ന റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറയുമ്പോൾ അതില്ലാതെ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങല്ലേ. ളുഹർ നിസ്കരിക്കാതെ കല്യാണത്തിന് പങ്കെടുക്കല്ലേ. അസർ നിസ്കരിക്കാതെ അതാ പ്രകടനം നടത്തല്ലേ. മഗ്രിബ് നിസ്കരിക്കാതെ കച്ചവടം ചെയ്യല്ലേ. ഇശാ നിസ്കരിക്കാതെ കിടന്നുറങ്ങല്ലേ. കൃത്യമായി 5 വഖത്ത് നിസ്കരിക്കണം. അല്ലാഹ് നിർബന്ധമാക്കിയതൊക്കെ എടുക്കണം. അതേ കുടുംബ ബന്ധം ചേർക്കണം. കുടുംബമായി പിണങ്ങാൻ പാടില്ല. അയൽവാസികൾക്ക് നന്മ ചെയ്യണം. പ്രായമുള്ളവരെ ബഹുമാനിക്കണം. കുട്ടികളോട് കാരുണ്യം ണം. നമ്മളെ കണ്ണും നമ്മളെ നാവും നമ്മളെ കയ്യും നമ്മളെ കാലുമൊന്നും ഹറാമിന് വേണ്ടി ഉപയോഗപ്പെടുത്തരുത്. നമ്മുടെ സ്വകാര്യ അവയവങ്ങളും ഹറാമിലേക്ക് തിരിക്കരുത്. നമുക്ക് എന്ത് സ്വകാര്യമുണ്ടെങ്കിലും യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. അല്ലാഹ് അറിയാത്ത രഹസ്യമില്ല, പരസ്യമില്ല. അവന്റെ ഭൂമിയിൽ അവന്റെ വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് ഓക്സിജൻ ശ്വസിച്ച് ജീവിക്കുമ്പോ ആ റബ്ബ് എന്റെ രഹസ്യമറിയുന്നു, പരസ്യമറിയുന്നു എന്ന നിലക്ക് റബ്ബിനെ സ്നേഹിച്ചും റബ്ബിന് വണങ്ങിയും വഴങ്ങിയും റബ്ബിനെ അനുസരിച്ചും ജീവിച്ച് മരിക്കണേ മുഅ്മിനീങ്ങളെ. അങ്ങനെ അല്ലാഹുവിന് തഖ്വ ചെയ്ത് അല്ലാഹു കൽപ്പിച്ച നിലക്ക് ജീവിച്ച് മരിക്കാനുള്ള ഒരു ഭാഗ്യം ഈ പാവപ്പെട്ട എനിക്ക് കിട്ടാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ ദുആ ചെയ്യണം. ഉസ്താദുമാര് ദുആ ചെയ്യണം. മുഅ്മിനീങ്ങൾ ദുആ ചെയ്യണം. മുഅ്മിനാത്തുകൾ ദുആ ചെയ്യണം. ഈ പാവപ്പെട്ട ഞാൻ നിങ്ങളെ ഉപദേശിക്കാനൊന്നും അർഹനല്ല. നമ്മളൊക്കെ റബ്ബിന്റെ പാവപ്പെട്ട അടിമകളാണ്. ജീവിതത്തിൽ പലതും അല്ലാഹ് കൽപ്പിച്ചത് ഒഴിഞ്ഞു പോയിട്ടുണ്ടാകാം, വിരോധിച്ചത് സംഭവിച്ചിട്ടുണ്ടാകാം. ഞങ്ങൾക്കെല്ലാം മാപ്പ് തരാൻ അധികാരമുള്ള റബ്ബേ, ഞങ്ങൾക്കെല്ലാവർക്കും നീ മാപ്പ് തരണമല്ലാ. ഞങ്ങളെ കബൂൽ ചെയ്യണം അല്ലാ. ഞങ്ങളെ നീ പൊരുത്തപ്പെട്ടവരിൽ ഉൾപ്പെടുത്തണം അല്ലാ. ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് തരണമല്ലാ. എല്ലാവരും നമ്മൾ അനുസ്മരിക്കുന്ന താജുൽ ഉലമയുടെ പേര്, അതുപോലെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഉലമാക്കളുടെ പേര്, റിഫായി ശൈഖ് തങ്ങളുടെ പേരിൽ, മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ പേരിൽ, ബദരീങ്ങളുടെ പേരിൽ, മറ്റു സഹാബികളുടെ പേരിൽ, നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഉസ്താദുമാരുടെ പേരിൽ, സയ്യിദന്മാരുടെ പേരിൽ, മുഅ്മിനീങ്ങളുടെ പേരിൽ, ഉമ്മവാപ്പമാരുടെ പേരിൽ, കുടുംബങ്ങളുടെ പേരിൽ, നമ്മുടെ നാട്ടിൽ നിന്ന് മരിച്ചുപോയവരുടെ പേരിൽ ഫാത്തിഹ ഉണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ ദുആ നടക്കും. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്ലിസ് ആക്കട്ടെ. ഇവിടെ ദ്വാരക്കാ തങ്ങന്മാരും ഉണ്ടാവില്ലേ? ഇല്ലേ? അല്ലാഹ് ഇതങ്ങോട്ട് മാറ്റി, ഈ സ്റ്റാൻഡ് അങ്ങോട്ട് മാറ്റിയിട്ട് കൈ പിടിക്കുന്നൊരു മൈക്ക് പോട്ടെ.
إلى حضرة النبي سيدنا محمد صلى الله عليه وسلم وإلى أهل الخير كلهم أجمعين خصوصا إلى حضرات جميع من ذكرناه الفاتحة. എല്ലാവരും നല്ല സംഭാവന കൊണ്ടുവന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചവർ, അവർക്ക് ഇവിടെ വേറെ പല പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. ഫാത്തിഹയും സൂറത്ത് ഓതുമ്പോൾ എല്ലാവരും സംഭാവന കൊണ്ടുവരണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്നിട്ട് അവിടെ തന്നെ പോയിരിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. എല്ലാവരും സംഭാവന തരണം. അതിലിടക്ക് ദുആക്ക് ആമീൻ പറയണം. അള്ളാഹു നമ്മുടെ ദുആക്ക് ഉത്തരം തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. അർഹമർ റഹീമിനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും സദഖകളും ഞങ്ങളുടെ ഈ സദസ്സും ഞങ്ങളുടെ എല്ലാ സദസ്സുകളും സ്ഥാപനങ്ങളും സംഘടനകളും നീ കബൂൽ ചെയ്യണം അല്ലാഹ്. ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ ഞങ്ങളെ ഉമ്മ ബാപ്പമാര് ഉസ്താദുമാര് ശിഷ്യന്മാര് സ്നേഹിച്ച ജനങ്ങൾ മരിച്ചുപോയവരാരെല്ലാമുണ്ടോ അവരെല്ലാവരും ഖബറിലും പ്രത്യേകിച്ചും ഈ മജ്ലിസിൽ അനുസ്മരിക്കപ്പെടുന്ന താജുൽ ഉലമയുടെയും നൂറുൽ ഉലമയുടെയും പേരിലും മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളടക്കം ഈ മാസത്തിൽ അനുസ്മരിക്കപ്പെടുന്നവരുടെ ഖബറിലും ഞങ്ങളെ ഈ പ്രദേശത്തിൻ്റെ മഹല്ലിലെ ഈ നാട്ടിൻ്റെ മൈതാനിയിൽ മറവ് ചെയ്യപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ ഖബറിലും ഞങ്ങളെ സ്നേഹിച്ച എല്ലാ മുഅ്മിനീങ്ങളെ ഖബറിലും നീ എത്തിക്കണം റഹ്മാനേ. ഞങ്ങൾ വഅദ് പറയുന്ന സമയത്ത് ഞങ്ങളുടെ സദസ്സിൽ വന്ന് വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ മരിച്ചുപോയവരുണ്ട്. അവരുടെയും ഖബറിൽ ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണം റഹ്മാനേ. അവരുടെയും ഞങ്ങളുടെയും ഖബറുകൾ നീ വിശാലമാക്കണം റഹ്മാനേ. അവരുടെയും ഞങ്ങളെയും ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ നീ സ്വീകരിക്കണം റഹ്മാനേ. അവരുടെയോ ഞങ്ങളെയോ ജീവിതത്തിൽ നീ പൊരുത്തപ്പെടാത്തത് എന്ത് സംഭവിച്ചെങ്കിലും ഞങ്ങൾക്കെല്ലാവർക്കും നീ മാപ്പാക്കണം റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങളെല്ലാവരും എടുക്കുന്ന എല്ലാ പണികളിലും എല്ലാ ജോലികളിലും ബിസിനസ്സുകളിലും ഞങ്ങളുടെ പഠനങ്ങളിലും അധ്യാപനങ്ങളിലും സ്ഥാപനങ്ങളിലും സംഘടനകളിലും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ സാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനേ. അള്ളാഹു, വിദേശ നാടുകളിൽ പോകുന്ന ധാരാളം ആളുകൾ അവിടെ നിന്ന് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, സംഭാവനകൾ അയച്ചു തന്നവരുമുണ്ട്. അള്ളാഹുവേ, അവരുടെ എല്ലാ ജോലികളിലും ബിസിനസ്സുകളിലും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ.
സിറാജുൽ ഹുദയിലേക്ക് സംഭാവനകൾ ഏൽപ്പിച്ചവരും നേർച്ചകൾ തന്നവരും പല സ്ഥലങ്ങളിലുമുണ്ട്. ഇപ്പോൾ സുള്ളിയിൽ ചെന്നപ്പോൾ അവിടുന്ന് ഒരാൾ 50,000 രൂപയെ സിറാജുൽ ഹുദയിലേക്ക് തന്നു. അതുപോലെ പലരും വരുന്ന വഴിക്കുന്നൊക്കെ നേർച്ചകളും സംഭാവനകളും തന്നവരുണ്ട്. അവരുടെ എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റണം റഹ്മാനെ. അവരെയോ ഞങ്ങളെയോ മനസ്സിനെ അലട്ടുന്ന ഏത് പ്രശ്നങ്ങളുണ്ടോ നീ പരിഹരിക്കണം റഹ്മാന്. ഏത് കടലാസുകൾ ക്ലിയറാകാനുണ്ടോ നീ എളുപ്പമാക്കി തരണം റഹ്മാന്. ഏത് കള്ളക്കേസിൽ കുടുങ്ങിയവരുണ്ടോ നീ അവർക്ക് രക്ഷ നൽകണം റഹ്മാന്. അള്ളാഹുവേ, ഞങ്ങളിൽ ആര് എന്ത് പ്രയാസപ്പെടുന്നവരുണ്ടോ നീ രക്ഷപ്പെടുത്തണം റഹ്മാന്. വളരെയേറെ സ്നേഹിക്കുന്ന പുത്തൂരിനടുത്തുള്ള ഒരാൾ, അള്ളാഹുവേ, അദ്ദേഹം മറ്റൊരു നാട്ടിൽ പ്രയാസത്തിലുണ്ട്. നീ അദ്ദേഹത്തിൻ്റെ പ്രയാസം നീക്കി കൊടുക്കണം റഹ്മാനെ. സന്തോഷത്തോടെ വിദേശ നാടുകളിൽ പോയവർക്കെല്ലാം അവരുടെ കാര്യങ്ങൾ നിർവഹിക്കാനും നാട്ടിലേക്ക് സന്തോഷത്തിൽ തിരിച്ചെത്താനും ഭാഗ്യം നൽകണം റഹ്മാനെ. അതുപോലെ ഞങ്ങളുടെ പരിചയത്തിലുള്ള പലരും പല സ്ഥലങ്ങളിലും കുടുങ്ങിയവരുണ്ട്. എല്ലാവരെയും നീ സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങളാരെയും ഒരു കുടുക്കിലും പെടുത്തരുത് റഹ്മാനെ. ഒരു കുടുക്കിലും പെടുത്തരുത് റഹ്മാനെ. നീ ഞങ്ങൾക്ക് കാവൽ നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ കയ്യിലൊന്നുമില്ല, നിന്റെ അധികാരത്തിലല്ലാതെ ഒന്നുമില്ല. നിനക്ക് കഴിയാത്തതൊന്നുമില്ല, ഞങ്ങൾക്ക് കഴിയുന്നതൊന്നുമില്ല. എല്ലാം നിന്നിൽ നിന്നാണ് അല്ലാഹ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നടത്തുന്നു. ആരിൽ നിന്ന് എന്ത് സഹായം കിട്ടുന്നുവെങ്കിലും അതെല്ലാം നിന്നിൽ നിന്നാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അല്ലാഹ്. ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ റെഡിയായി കിട്ടേണ്ടതുണ്ട്, സഹായങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. നിന്റെ ഖജനാവിൽ നിന്ന് നീ ചൊരിച്ചു തരണേ അല്ലാഹ്. നിന്റെ ഖജനാവിൽ നിന്ന് നീ ചൊരിച്ചു തരണേ അല്ലാഹ്. എല്ലാവരും ഒരു നാരിയത്ത് സലാത്ത് ചൊല്ലണം. സിറാജുൽ ഹുദക്ക് വളരെ അത്യാവശ്യമായ 1-2 ബിൽഡിങ്ങുകൾക്ക് ഞാൻ 1-2 ആളുകളോട് സഹായത്തിന് പറഞ്ഞു. ഇതുവരെയും കിട്ടിക്കഴിഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സിൽ പ്രതീക്ഷയുണ്ട്. അള്ളാഹു തആല എളുപ്പമാക്കി തരട്ടെ. സിറാജുൽ ഹുദൻ്റെ കീഴിൽ ഒരുപാട് കെട്ടിടങ്ങൾ അള്ളാഹു തന്നിട്ടുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ 16,000-ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. താമസിച്ച് പഠിക്കുന്ന 1,000-ലധികം കുട്ടികളുണ്ട്. MBA കോഴ്സ് അടക്കം നമുക്ക് അഫിലിയേഷൻ കിട്ടിയിട്ടുണ്ട്. വേറെയും പ്രൊഫഷണൽ കോഴ്സുകൾ പലതും അഫിലിയേഷൻ കിട്ടിയതും കിട്ടേണ്ടതുമുണ്ട്. ഇപ്പോൾ വലിയ കോടികൾ ചെലവാക്കി നിർമ്മാണ പ്രവർത്തനം നടത്താൻ വലിയ സംഖ്യകൾ വേണം. അള്ളാഹുവേ, നിന്റെ ഖജനാവിൽ നിന്ന് നീ ചൊരിച്ചു തരണം റഹ്മാനെ. അതുണ്ടാക്കാനുള്ള സ്ഥലത്തിന് വലിയ സംഖ്യ വേണം, അതും നിന്റെ ഖജനാവിൽ നിന്ന് ചൊരിച്ചു തരണം റഹ്മാനെ. സഹായിക്കുന്നവർക്ക് നീ സ്വർഗം കൊടുക്കണം റഹ്മാനെ. എൻ്റെ ഒരു പ്രതീക്ഷയോടുകൂടി ഞാൻ 2 ദിവസം കഴിയുമ്പോൾ വിദേശ യാത്ര ചെയ്യുന്നുണ്ട്. അല്ലാഹുവേ, അത് നീ എളുപ്പമാക്കി തരണം റഹ്മാൻ. നിങ്ങളെല്ലാവരും മുഅ്മിനീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒരു നാരിയത്ത് സലാത്ത് ചൊല്ലണം. അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമിലതൻ വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖദാ ബിഹിൽ ഹവായിജ് وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم إنا نرفع أكفنا إليك راغبين في فضلك راجين في رحمتك متوسلين بحرمة حبيبك سيدنا محمد صلى الله عليه وسلم هذه الصلاة العظيمة يا رب العالمين. ونسألك متوسلين بأسمائك الحسنى كلها وبالاسم العظيم يا ربنا. اللهم إنا نسألك بأننا نشهد أنك أنت الله الذي لا إله إلا هو الواحد الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد. يا حي يا قيوم يا ذا الجلال والإكرام. يا حي يا قيوم يا ذا الجلال والإكرام. يا حي يا قيوم يا ذا الجلال والإكرام. نسألك ما لا يخفى عليك، نسألك ما لا يخفى عليك، نسألك ما لا يخفى عليك، نسألك متوكلين عليك يا ربنا ومعتصمين بك يا ذا الجلال والإكرام.
حسبنا الله ونعم الوكيل نعم المولى ونعم النصير نسألك يا الله يا الله أن تحقق رجاءنا وتبلغ آمالنا وتصحح أجسامنا وتدفع بلياتنا وتؤدي ديوننا وتشفينا وتشفي مرضانا وتسلم حبلانا وتزوج أراملنا وتجعلنا من الناجحين في جميع أمورنا اللهم حي لنا سببا لا نستطيع له طلبا لإنفاذ أمور ديننا ودنيانا وأخرانا അർഹമുർറാഹിമീനായ റബ്ബേ, എല്ലാ ഖജനാവുകളും നിന്റെ അധികാരത്തിലാണ്. അല്ലാഹ്, ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ച വഴിയിലൂടെ തന്നെ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാവരുടെയും മനസ്സ്, എല്ലാവരുടെയും മൂർധാവ്, എല്ലാവരുടെയും ബ്രെയിനും മനസ്സും എല്ലാം നിന്റെ അധികാരത്തിലാണ് അല്ലാഹ്. اللهم إنك أنت آخذ بناصية جميع الخلائق يا ربنا. അല്ലാഹുവേ, ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഞങ്ങൾക്ക് നിന്റെ വകയിൽ നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ അല്ലാഹ്. നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകൾ തന്നവർ, സദഖ ചെയ്തവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ചെയ്യാൻ മനസ്സിൽ ആഗ്രഹിച്ചവർ, എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശങ്ങളും ഞങ്ങളുടെ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി തരണേ അല്ലാഹ്. വിവാഹം നടക്കേണ്ടവരുണ്ട്, അവർക്ക് ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാഹ്. ഗർഭിണികളുണ്ട്, നീ സുഖപ്രസവത്തിൽ ഖൈറായ കുട്ടിയെ കൊടുക്കണേ അല്ലാഹ്. അപകടം പറ്റി കിടക്കുന്നവരുണ്ട്. ഇന്ന് രാവിലെയും എൻ്റെ സ്നേഹിതൻ കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ അപകടം പറ്റി ഒരാഴ്ചയിലധികമായി ബോധമില്ലാതെ കിടക്കുന്നു. കയറി കണ്ടപ്പോൾ അദ്ദേഹത്തിന് ബോധമില്ല. അല്ലാഹുവേ, നീ ബോധം തെളിയിച്ചു കൊടുക്കണേ അല്ലാഹ്. അതുപോലെ അപകടം പറ്റിക്കിടക്കുന്ന പലരും ഉണ്ട്. എൻ്റെ ശിഷ്യനും കൂടിയായ, എപ്പോഴും എൻ്റെ കൂടെ പ്രവർത്തനത്തിലുള്ള ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതൻ ഇന്നലെ വീണ് കാലിൻ്റെ മടമ്പ് പൊട്ടി വേദനയോടെ വീട്ടിൽ കിടക്കുന്നുണ്ട്. റബ്ബേ, നീ വളരെ പെട്ടെന്ന് സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളിൽ ആരെന്ത് പരിക്ക് പറ്റിയവരുണ്ടോ, എന്ത് രോഗമുള്ളവരുണ്ടോ, ഞങ്ങൾക്കെന്ത് ചെറുത് വലുത് രോഗങ്ങളുണ്ടോ, ഞങ്ങളെ ഉസ്താദുമാർക്ക് എന്ത് രോഗങ്ങളുണ്ടോ, ഞങ്ങളെ ശിഷ്യന്മാർക്ക് എന്ത് രോഗങ്ങളുണ്ടോ, നീ സലാമത്താക്കണേ അല്ലാഹ്. ഈ കർണാടകയിൽ ഒരു മുത്തഅല്ലിമ് ഇന്നലെ രാവിലെയും വന്നിട്ട് 3 ഓപ്പറേഷൻ കഴിഞ്ഞു, രോഗം മാറിയിട്ടില്ലെന്ന് സങ്കടം പറഞ്ഞു. നീ ആ കുട്ടിയുടെ രോഗം സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. ഇൽമിന് തടസ്സമുണ്ടാകുന്ന എല്ലാ രോഗവും എല്ലാ മുത്തഅല്ലിമീങ്ങൾക്കും സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഏത് ചർമ്മരോഗമോ മാനസിക രോഗമോ ശാരീരിക രോഗമോ ഏത് രോഗമുണ്ടെങ്കിലും നീ ശിഫ നൽകണേ അല്ലാഹ്. ഏത് ക്യാൻസറും ട്യൂമറും അൾസറും ഷുഗറും പ്രഷറും നിനക്ക് എളുപ്പമല്ലേ അല്ലാഹ്. നീ ശിഫ നൽകണേ അല്ലാഹ്. നീ ശിഫ നൽകണേ അല്ലാഹ്. ക്യാൻസറാണെന്ന് പറയപ്പെടുന്ന ഒരാളെ ഇന്നലെ കയറി നോക്കി. അതുപോലെ ക്യാൻസർ രോഗമുള്ള പലരും ഉണ്ട്. നീ അത് സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. നീ ശിഫ നൽകണേ അല്ലാഹ്. അത്തരത്തിലുള്ള മാരകമായ രോഗങ്ങളിൽ ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാഹ്. ഹാർട്ട് രോഗം, കിഡ്നി രോഗം, കരൾ രോഗം, അതുപോലെ ക്യാൻസർ, ട്യൂമർ തുടങ്ങിയ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഗർഭിണികൾക്ക് സുഖപ്രസവത്തിൽ ഖൈറായ കുട്ടിയെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് വീട് എളുപ്പമാക്കണേ അല്ലാഹ്. കടങ്ങളുള്ളവരെ കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ്. ഞങ്ങളെ നീ കടത്തിലാക്കരുതേ അല്ലാഹ്. കടത്തോടെ മരിപ്പിക്കരുതേ അല്ലാഹ്. കടപ്പാടുകൾ വീട്ടാൻ നീ അവസരം തരണേ അല്ലാഹ്. അല്ലാഹുവേ, പലർക്കും പലതും വിറ്റ് കിട്ടേണ്ടവരുണ്ട്, വാങ്ങിക്കിട്ടേണ്ടവരുണ്ട്. ഞങ്ങളെ ഖൽബിൽ ഏത് ഞങ്ങൾക്ക് ലഭിക്കണം എന്ന് വാങ്ങിക്കിട്ടണമെന്ന് ഉദ്ദേശിച്ചോ അത് ഖൈറായ നിലക്ക് ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. ഏത് വിറ്റ് കിട്ടണമെന്ന് ഉദ്ദേശിച്ചോ അത് ഖൈറായ വിലക്ക് വിൽക്കാൻ നീ എളുപ്പമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ ജീവിപ്പിക്കണേ അല്ലാഹ്. കാലം അങ്ങനെ കഴിഞ്ഞു പോയല്ലോ റബ്ബേ. ഇനി എത്ര കാലമുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ റബ്ബേ. ഞങ്ങൾക്ക് ബാക്കിയുള്ള കാലം ഈമാനോടെ തഖ്വയോടെയുള്ള ജീവിതം തരണേ അല്ലാഹ്. ഹറാമിൽ നിന്ന് ഞങ്ങളെ തട്ടിത്തിരിക്കണേ അല്ലാഹ്. നിന്റെ പൊരുത്തത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. നിസ്കാരത്തിൽ ഖുശൂഇനെ തരണമല്ലാഹ്. അമലുകളിൽ ഇഖ്ലാസിനെ തരണമല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ എല്ലാവരുടെ ഖബറിലും നീ സന്തോഷം നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്.
നിന്റെ പൊരുത്തത്തിൽ നിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി ആരോഗ്യത്തോടെ തഖ്വയോടെ ഞങ്ങൾക്കും ഞങ്ങളെ ഉസ്താദുമാർക്കും ഞങ്ങളുടെ സഹപ്രവർത്തകർക്കും സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തകർക്കും വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും സഹായികൾക്കും സഹകാരികൾക്കും ഞങ്ങളുടെ സദസ്സുകളിൽ പങ്കെടുത്തവർക്കും പങ്കെടുക്കുന്നവർക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിച്ചവർക്കും സഹായിക്കുന്നവർക്കും സഹായം സംഘടിപ്പിക്കുന്നവർക്കും എല്ലാവർക്കും ദീർഘ ആയുസ് ആഫിയത്തോടെ തഖ്വയോടെ നൽകണം അല്ലാഹ്. മരിക്കുന്ന സമയത്ത് നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ മഹത്തായ കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു സെക്കൻഡ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളെ ഭക്ഷണം കഴിച്ച ഉസ്താദിന്റെ മകൻ ജാമിയ സൈദിയിൽ ഞാൻ സനദ് വാങ്ങി ഹിഫ്ള് പൂർത്തിയായിട്ടാ അവർക്കൊരു ചെറിയ മെമൻ്റോ കൊടുക്കാനും അള്ളാഹു തആല ആ കുട്ടിക്കും നമ്മളെല്ലാ കുട്ടികൾക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നൊരു കാര്യം കൂടി ഞാൻ പറയാം. ഹാഫിളായി അതിൻ്റെ ശേഷം വീണ്ടും വിദേശ രാജ്യങ്ങളൊക്കെ പോയിട്ട് ഹിഫ്ളിൽ വേറെയും പല ഇൽമും നേടി. അങ്ങനെയുള്ള ഒരാളെ ആ പെങ്ങളെ ഭർത്താവ് മരിച്ചുപോയി. ആ പെങ്ങളെ ഒരു കുട്ടിയുടെ ഒരു വിവാഹമാണ് ഈ അടുത്ത്. നല്ല സഹായം ആവശ്യമുണ്ട്. ബാപ്പ ആ കുട്ടിക്ക് ഇല്ല, ബാപ്പ മരിച്ചു പോയിട്ടുണ്ട്. ആ കുട്ടിയുടെ കല്യാണം നടത്തിയാണ്. അപ്പോൾ ഇന്നലെ എന്നോട് എൻ്റെ കൂടെ ഇസാഖ് സഖാവി പറഞ്ഞു എന്തൊക്കെ സഹായം ചെയ്തു കൊടുക്കേണ്ടിയിരുന്നു എന്ന് പറഞ്ഞു. കൊടുക്കാൻ നമ്മളടുത്ത് പൈസ വേണ്ടേ. ആ ബാപ്പ മരിച്ചുപോയ കുട്ടിയുടെ കല്യാണത്തിന് നല്ലൊരു സംഭാവന തരണം. ഓരോരുത്തരും 10,000 കഴിയുന്നവർ 10,000, 5,000 കഴിയുന്നവർ 5,000, ഒരു പവന് തരാൻ പറ്റുന്നവർ അങ്ങനെ എല്ലാവരും ബാപ്പ മരിച്ച കുട്ടിയല്ലേ. അള്ളാഹു നമ്മളെ മക്കളൊക്കെ കല്യാണം നടക്കുന്നവരെയും അതിൻ്റെ ശേഷവും നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. നമ്മളുടെ മക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിഷമത്തിലാക്കാതിരിക്കട്ടെ, നമ്മളെയും ഉള്ള വിഷമത്തിലാക്കാതിരിക്കട്ടെ. അതിനാരെങ്കിലും കഴിയുന്ന ഒരു സ്റ്റേജിലോ സദസ്സിലോ ഉണ്ടെങ്കിൽ ഇപ്പം കയ്യിൽ ക്യാഷില്ലേ പിന്നെ എത്തിച്ചു തന്നാൽ മതി. ഒരു 10,000, 25,000, 50,000 ഒക്കെ തരാലോ. ഉണ്ടെങ്കിൽ ഉള്ള പോലെ തരാലോ. അല്ല 5,000, 1,000, 2,000 ഒക്കെ തരാലോ. ഇപ്പം കയ്യിലുള്ളവർക്ക് അങ്ങനെയും തരാം. ഇൻഷാ അല്ലാഹ് ഇത് കൊടുത്തതിൻ്റെ ശേഷം അത് ഒന്ന് നിങ്ങളൊക്കെ സഹകരിക്കണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും നല്ലവരിൽ പെടുത്തട്ടെ. നമ്മൾ അല്ലാഹ് മൻ നഫസ കുർബത്തൻ മിൻ ഖുർബി അഖീഹി, വേറൊരുത്തൻ്റെ വിഷമം തീർക്കാൻ നമ്മൾ പോയാൽ അള്ളാഹു നമ്മളെ വിഷമം തീർത്തു തരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണല്ലോ. അള്ളാഹു നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. എവിടെ കുട്ടി? ആരെങ്കിലും ഉണ്ടോ ആ കുട്ടീൻ്റെ കല്യാണത്തിന് ഒരു സംഭാവന തരാൻ പറ്റുന്നവർ? ആരെങ്കിലും ഉണ്ടോ പറയാൻ? 10,000, 5,000, 1,000 തരാൻ പറ്റുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം. ഇപ്പം കയ്യിലില്ലേ പിന്നെ കൊടുത്താൽ മതി. ഇവിടെ തന്നെ ഇവിടെ തെങ്കാടകരത്ത് കൊടുത്തേൽപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ അഡ്രസ്സ് വരുവതിൽ കൊടുത്തയച്ചാൽ മതി. ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറയും. അല്ലാഹ് ഇല്ലെങ്കിൽ ഓരോരുത്തർ കയ്യിലുള്ള എല്ലാവരും കൊണ്ട് തന്നോളി. അവരവർ കൊണ്ട് എന്തെങ്കിലും ഞാൻ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരു 500, 1,000 ഒക്കെ തരാൻ പറ്റില്ലേ? തരുന്നവരുണ്ടേ തന്നോളി, ഉണ്ടെങ്കിൽ കയ്യിലുണ്ടേ തന്നാൽ മതി. അള്ളാഹു തആല എല്ലാവർക്കും കബൂൽ ചെയ്യട്ടെ. അല്ലാഹ് ബാപ്പ മരിച്ചു പോയൊരു കുട്ടിൻ്റെ കല്യാണത്തിന് അല്ലാഹ് നമ്മനെ സിറാജുള്ളതിലേക്കുള്ള അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അവിടെ കൊടുത്തു എടുപ്പേ, അവിടെ കൊടുത്താൽ ആ പെൺകുട്ടിൻ്റെ കല്യാണം അള്ളാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. സുന്ദരനെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.